ഏലിയുടെ കുറ്റത്തിൻ്റെ പ്രതിസന്ധി യാഗം കൊണ്ടോ, അടുത്തൊരു പദം കൊണ്ടുണ്ട്, യാഗം കൊണ്ടോ വഴിപാട് കൊണ്ടോ ഒരു കാലത്തും ആ പാപം തീരുന്നതല്ല. ഫോർ എവർ ആ പദമായി എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കാൽവറി യാഗം നടന്നപ്പോലും മോനെ നിനക്ക് ക്ഷമയില്ല. നീ ചെയ്ത പാപത്തിൻ്റെ കുറ്റം യേശുവിൻ്റെ കാൽവറി യാഗം കൊണ്ട് പോലും മാറത്തില്ല. ഒരു കാലത്തും അതിന് പ്രതിസന്ധിയില്ല. നീ നശിച്ചേ മതിയാകും. ഇസ്രയേലിൽ നിന്ന് പെട്ടകം പിടിക്കപ്പെട്ടു. ഈ ഖാബോദ് മഹത്വം പൊയ്പോയി. ഈ ഖാബോദ് പിറന്നു വീണു. കർത്താവേ, അറിയപ്പെടുന്ന തെറ്റുകളിൽ അകപ്പെടാതെ ഞങ്ങളെ സൂക്ഷിക്കണേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് അതിന് കൃപ തരട്ടെ. ഞാൻ ഇനിയും അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്നുള്ള വിഷയത്തിൽ സാമ്പത്തിക ശാപത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും ഒന്ന് തൊടട്ടെ. സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായം 26-ാമത്തെ വാക്യം. തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവന് അനുഭവമാകുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. അതും മായയും വൃഥ അധ്വാനവും അത്രേ. ഈ തനിക്ക് പ്രസാദമുള്ളവൻ, സാധാരണ ഇങ്ങനെയൊക്കെയുള്ളത് മനസ്സിലാകാൻ വേണ്ടി രണ്ടുപേരെ സ്റ്റേജിലേക്ക് വിളിച്ചു നിർത്തി ഇത് പ്രസാദമുള്ളവൻ ഇത് അപ്രസാദമുള്ളവൻ എന്നൊക്കെ പറയും. ഞാനതിനെ മെനക്കെടുന്നില്ല. കാര്യം ഒരാളിനെ വേറൊരാളിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുകയല്ലേ വേണ്ട. ഞാനിവിടെ 2 വസ്തുക്കൾ ഉപയോഗിക്കാൻ പോവാം. എനിക്ക് ചായ തന്ന ഒരു കപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. ഈ പുള്ളി ഒരല്പം കറുത്തതാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവനെ പാപി എന്ന് വിളിച്ചോട്ടെ. ഞാനും കറുത്തതാണ്, അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇവനെ ഞാൻ തൽക്കാലം പാപി എന്ന് വിളിക്കട്ടെ. ഇതാ പാപി. ഈ പാപി എൻ്റെ കമ്പ്യൂട്ടർ വെളുത്തതല്ലേ? അതെ, നിങ്ങൾ കാണുന്ന ഫേസ് വെളുത്തതാണ്. ഇതനാണ് ദൈവത്തിന് പ്രസാദമുള്ളവനെന്നിരിക്കട്ടെ. പാപി, അപ്പുറത്തെ ദൈവത്തിന് പ്രസാദമുള്ളവൻ. തനിക്ക് പ്രസാദമുള്ളവൻ മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. എൻ്റെ കമ്പ്യൂട്ടർ പ്രസാദമുള്ളവനാണ്, ഇവന് കൊടുക്കുന്നത് ജ്ഞാനം, അറിവ്, സന്തോഷം. ഇപ്പുറത്തിരിക്കുന്നു പാപി. പാപിക്കോ ധനം സമ്പാദിക്കുകയും സ്വരൂപിച്ചു വെക്കുകയും ചെയ്യുവാനുള്ള കൃപ കൊടുക്കുന്നു, ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. ഇങ്ങേർക്ക് കൊടുക്കുന്ന ധനമാണ്, സാമ്പത്തിക നന്മ, അതാ ഇവന് കൊടുക്കുന്നത്. ഇങ്ങേർക്കോ സന്തോഷം, അറിവ്, ഇതൊക്കെ കൊടുക്കുന്നു. പക്ഷേ ഈ ധനം എന്തിനു വേണ്ടിയാണെന്നറിയാമോ? തനിക്ക് പ്രസാദമുള്ളവനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതിനാണ്. അതിനൊരു ടൈമുണ്ട്, അന്നേ നടക്കത്തുള്ളൂ. അതിനൊരു ടൈമുണ്ട്, അന്നേ നടക്കത്തുള്ളൂ. തനിക്ക് പ്രസാദമുള്ളവൻ്റെ കയ്യിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇതിനോട് ചേർന്ന് യാക്കോബിൻ്റെ ലേഖനം 5:3 വായിക്കാം. പക്ഷെ മലയാളത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല. കാര്യം അവർ തർജ്ജമ തെറ്റിപ്പോയി. ആരെങ്കിലും കിങ് ജെയിംസ് വെർഷൻ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ഇല്ല, എൻ്റെ കയ്യിലുണ്ട്. കിങ് ജെയിംസ് വെർഷൻ ബൈബിളിൽ അന്ത്യകാലത്തെ യഹോവയുടെ യാക്കോബ് 5:3 അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിച്ചിരിക്കുന്നു എന്ന് കാണാം. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിച്ചിരിക്കുന്നു. കിങ് ജെയിംസ് വെർഷനിൽ എഴുതിയിരിക്കുന്നത് ഫോർ ദ ലാസ്റ്റ് ഡേയ്സ്. അന്ത്യകാലത്തെന്നല്ല, അന്ത്യകാലത്തെ ഉപയോഗത്തിന് വേണ്ടി നിങ്ങൾ ധനം സമ്പാദിച്ചു വച്ചിരിക്കുന്നു. ഇന്ന് പാപിയുടെ കയ്യിൽ പണമുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? സഭയ്ക്കകത്ത് വന്നിരിക്കുന്നവരിൽ കാര്യം തന്നെയായി പറയുന്നത്, അതിനകത്തെ പാപിയുടെ കാര്യമാണ്. അവൻ്റെ കാശുണ്ട്. എന്തിനു വേണ്ടിയാണ്? അന്ത്യകാലത്തെ ഉപയോഗത്തിന് വേണ്ടിയാണ്. അന്ത്യകാലത്ത് ഇതിനൊരു ട്രാൻസ്ഫർ നടക്കും. ഞാനും നിങ്ങളും ഒരു അന്ത്യകാലത്താണ്. ഒരു അന്ത്യകാല ശുശ്രൂഷയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഇത് ഉണർവുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, മറ്റോമാർക്ക് കൊല്ലുന്ന വാശിയാണ്. നിങ്ങളിൽ ഉണർവിലായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചെകുത്താൻ സഭക്കാർക്ക് വലിയ ചെകുത്താൻ സഭയെന്ന് ഞാൻ പറഞ്ഞാൽ സാത്താനെ ആരാധിക്കുന്നവരല്ല, ഇൻഡയറക്റ്റ്ലി സാത്താനെ ആരാധിക്കുന്ന നമ്മുടെ ഇടയിലുള്ള മഹാന്മാർ. അവർക്ക് കൊല്ലുന്ന വാശിയാണ്. ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് എന്നൊക്കെ പറയും. എന്നെക്കുറിച്ച് ഒരിക്കൽ അപവാദം എഴുതിയ കൂട്ടത്തിൽ ഒരു പുള്ളിക്കാരൻ പറഞ്ഞതാണ്, 50 കോടി ഒരു ചാക്കിനകത്ത് കെട്ടി ബാങ്കിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, വല്ലപ്പോഴും ബാങ്കിലൂടെയൊക്കെ വരുമ്പോൾ എന്നെ ഒന്ന് കാണണേ. എന്നെക്കുറിച്ച് അത്രയും നല്ലൊരു കാര്യം എഴുതിയതിൽ എനിക്ക് അല്ല പാസ് ഇങ്ങനെ ആളുകൾ പറയുന്നത് കേട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ബാംഗ്ലൂർ വരണം. ബാംഗ്ലൂർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കണം. അതെന്നാ? ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് നിങ്ങളോടങ്ങ് സ്നേഹം കൂടുതൽ, അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കാൻ. ഞാൻ പറഞ്ഞു എന്നെക്കുറിച്ച് ആരെങ്കിലും ദുഷ്ടത പറഞ്ഞാൽ കുറഞ്ഞ പക്ഷം ഒരു ചായയിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കും.
അപ്പം നിനക്കത് വാങ്ങിച്ചു തരാൻ ഒക്കുന്നില്ല, അതുകൊണ്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുക. പിന്നെ ആ 60 കോടി കെട്ടിവെച്ചിട്ടുണ്ടല്ലോ, മൊത്തം അങ്ങ് എടുത്തു. ഞാനൊരു എഗ്രിമെൻ്റ് ഇപ്പോഴേ മുദ്രപത്രത്തിൽ എഴുതി തരാം, 1 കോടി എനിക്ക് തരണം, എന്നിട്ട് എൻ്റെ 60 കോടി നിനക്ക് സൂക്ഷ്മം അറിയാമല്ലോ, എവിടെയെങ്കിലും അങ്ങ് എടുത്തുകൊണ്ട് പോകും. ബാങ്ക് കെട്ടി ചാക്കിനകത്ത് കെട്ടി ബാങ്കിലിട്ടിരിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ബാങ്ക് ഭൂമിയിലുണ്ടോ എന്ന് ചോദിക്കുന്നവരെ നീ അല്ലാതെ ബാക്കി എല്ലാവരും ചോദിക്കും. നിനക്ക് മാത്രം അത്രയും വിവരം കാണത്തില്ല. എത്രയും വിവരക്കേട് നീ പറഞ്ഞല്ലോ. അല്ല പാസ്റ്ററെ, പൊതുജനം പറയുന്നത്. ഞാൻ പറഞ്ഞു, പൊതുജനമല്ല, സാത്താൻ്റെ ആളുകളായി പറയുന്നത്. ഇങ്ങനെ പലതും പറയും എന്ന് പറഞ്ഞാൽ അടുത്തൊരാൾ സ്തോത്രകാഴ്ച ഇടരുത്, അത് വരാതെ തടയാൻ വേണ്ടിയാണ്. ദൈവസഭ പണം ഉണ്ടാക്കരുത്, അത് തടയാൻ വേണ്ടിയാണ്. തങ്കു 12 കോടിയുടെ വീട് പണിതു, നിനക്കെന്ത് നഷ്ടം? നിനക്ക് 5 പൈസയുടെ നഷ്ടമില്ലല്ലോ. എടാ, ദൈവത്തിങ്കിലേക്ക് ഒരുത്തനെ നടത്താൻ ആ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ അവൻ ഉണ്ടാക്കട്ടെ, നിനക്കെന്ത് നഷ്ടം? നിന്നോടാരും ചോദിച്ചില്ലല്ലോ, നിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും കൊടുക്കുന്നുമില്ലല്ലോ. ദൈവജനത്തിൻ്റെ കയ്യിൽ ധനം വരുന്നത് പിശാചിന് കഷ്ടമാണ്. പക്ഷേ അന്ത്യകാലത്ത് ഇതിനൊരു ട്രാൻസ്ഫർ നടന്നേ മതിയാകും പ്രയോജനപ്പെടുന്നവൻ്റെ കയ്യിൽ. യെശയ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, അന്ത്യകാലത്തെ യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും, സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. ഒന്നുകൂടെ വാക്യം ശ്രദ്ധിച്ച് കേട്ടോണം. യെശയ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും, സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. ഇതേ വാക്യം മീഖയുടെ ലേഖനത്തിലുണ്ട്. ഞാൻ മീഖയുടെ ലേഖനത്തിൽ നിന്ന് എടുക്കാൻ പോവാം. 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, അന്ത്യകാലത്തെ യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവും ആയിരിക്കും, ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. എന്തുകൊണ്ട് ബൈബിളിൽ ഈ ഒരേ വാക്യം 2 പ്രാവശ്യം എഴുതി? വലിപ്പം വർദ്ധിപ്പിക്കാനാണോ? പുസ്തകത്തിന് സ്ഥലം കൂടി കൂട്ടാൻ വേണ്ടിയാണോ? അതോ ഇതിൻ്റെ വോളിയം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണോ? അല്ല. യെശയ്യാവിൻ്റെ പുസ്തകം എന്ന് പറയുന്ന പ്രധാന പുസ്തകങ്ങളിൽ ഒരെണ്ണമാണ്. അതിനകത്ത് ഒരു വിശദീകരണം എഴുതാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അവിടെയോട്ട് ഹെഡിങ് മാത്രം എഴുതി വെച്ചു. ആ ഹെഡിങ് മീഖയുടെ ലേഖനത്തിൽ ആവർത്തിക്കുകയാണ്. അതിൻ്റെ വിശദീകരണം താവോട്ട് കൊടുക്കാൻ പോവുക. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോണം. പാട്ടുപുസ്തകത്തിനകത്ത് ആകാരാദി ആദ്യം എഴുതി വെക്കും, പാട്ടിൻ്റെ 1-ാമത്തെ ലൈൻ. കാര്യം ആകാരാദി എഴുതുന്ന പേജിനകത്ത് മുഴുവൻ എഴുതാനുള്ള സ്പേസ് ഇല്ല, അത് സ്പെഷ്യലാണ്. ഇതുപോലെ യെശയ്യാവിൻ്റെ പുസ്തകത്തിനകത്ത് സൂചനകൾ കൊടുക്കാനുള്ള സ്ഥലമേ ഉള്ളൂ, മൊത്തം വിശദീകരിക്കാനുള്ള സ്ഥലമില്ല. ആകയാൽ ഒരു ഹെഡിങ് അവിടെ എഴുതി വെച്ചു, ഒരു സൂചന കൊടുത്തു. അന്ത്യകാലത്തെ യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും, ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. ഈ ആശയത്തിൻ്റെ വിശദീകരണം എഴുതുവാൻ ദൈവം മീഖയോട് ആവശ്യപ്പെട്ടു. മീഖയുടെ ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇതേ ഹെഡിങ് തിരിച്ചു വന്നു. ഈ ഹെഡിങ്ങിൻ്റെ കീഴിലോട്ട് വിശദീകരണം മീഖ എഴുതുകയാണ്. ഇത് സമ്പാദിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ ചുമ്മാ ഇരുന്നേ കൊണ്ട് നടക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിലൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. ആരുടെ കയ്യിൽ ദൈവം ഇത് ഏൽപ്പിക്കണം, കൊള്ളാമെന്ന് ദൈവത്തിനോടൊന്ന് തോന്നണം, അവൻ്റെ കയ്യിൽ കൊടുത്തേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ പട്ടാളത്തിൽ ഒരു പഴയ ഒരു കഥയുണ്ട്, ഒരു പഴയ കഥയാണ്. ഒരിക്കലൊരു മനുഷ്യന് 10-ാം ക്ലാസ് കഷ്ടിച്ച് പാസ്സായി കാണും, അല്ലേ 5-ാം ക്ലാസ്, എനിക്കറിഞ്ഞുകൂടാ. അവൻ പട്ടാളത്തിൽ ചേർന്നു. അവൻ പട്ടാളത്തിൽ ചേർന്നിട്ട് 5 വയസ്സുടെ പഠിക്കണമെന്നോ നന്നാകണമെന്നോ ഒന്നും ആർക്കും താല്പര്യമില്ല. അവൻ ആ കിട്ടുന്ന കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ചു ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവന് എന്നും ഈ തോക്കും പിടിച്ചുകൊണ്ട് കാവലിരിക്കുന്ന ജോലിയാണ് കിട്ടുന്നത്. അവൻ ഒരു ദിവസം തപസ് ചെയ്തൊരു ദേവതയോട് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ കുത്തിയിരുന്നൊരു ദേവതയോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു വലിയ പ്രൊമോഷൻ തരണം, എന്നെ മിലിറ്ററിയുടെ ചീഫാക്കി വിടണം. ദേവത പ്രസാദിച്ചു. ഒരു ദിവസം അവൻ ഇതുപോലെ തന്നെ തോക്കുമൊക്കെ പിടിച്ചുകൊണ്ടൊരു ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേവത പ്രത്യക്ഷമായി. ചോദിച്ചു, എന്നാ വേണം ഇവിടെ അനുഗ്രഹം ചോദിച്ചു. നീ ഇത്രയും നാൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കല്ലേ, ഇത് കഥയാണേ, നിനക്ക് എന്നാ വേണം ചോദിച്ചോളാം പറഞ്ഞു. എനിക്ക് പട്ടാളത്തിൻ്റെ ചീഫ് ആകണമെന്ന് പറഞ്ഞു. ആകാം. നിനക്ക് എത്ര പ്ലെയിൻ പറപ്പിക്കാൻ അറിയാം? പ്ലെയിൻ തുടയ്ക്കാൻ പോലും അറിഞ്ഞുകൂടാ. ആട്ടെ, ടാങ്ക് ഓടിക്കാൻ അറിയാമോ? ഇല്ല, തുടയ്ക്കാൻ പോലും അറിയത്തില്ല. അപ്പം നിന്നെ അതിന് കൊള്ളുകയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ യൂണിറ്റിൻ്റെ കമാൻഡറാക്ക്. എൻ്റെ യൂണിറ്റിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്? അറിഞ്ഞുകൂടാ സർ. ദേവതയെ അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ നിനക്ക് എന്നെ കൊള്ളാം. അവസാനം ചോദിച്ചു വന്നപ്പോൾ അവന് ഒന്നും അറിയത്തില്ല. അപ്പോൾ അവനോട് പറഞ്ഞു, ഇപ്പം ചെയ്യുന്ന ജോലി തന്നെയാണ് നിനക്ക് ഫിറ്റ്. ഇതിൻ്റെ മേളിലോട്ട് വല്ലതും വേണമെങ്കിൽ നീ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമായില്ല, എന്തേലും പ്രിപ്പയർ ചെയ്യാൻ കൂടെ വേണമായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹോൺ അടിക്കുന്ന ശബ്ദം കേട്ടു. അപ്പോഴറിഞ്ഞ് ഉറങ്ങിപ്പോയതാ, സ്വപ്നമായി കണ്ടത്.
ഉണർന്നപ്പം ഡ്യൂട്ടി ഓഫീസർ നിപ്പുണ്ട്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു ഡ്യൂട്ടി സമയത്ത് ഉറങ്ങിയതിന്. നിനക്കിപ്പോൾ ആയിരിക്കുന്ന പൊസിഷനാണ് ഫിറ്റ്, ജയിലിൽ കിടക്കണം. ഞാൻ എന്തെങ്കിലും ഒന്ന് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രിപ്പറേഷൻ എനിക്ക് വേണം. ദൈവത്തിന് ദിവസങ്ങളിൽ സ്വത്ത് തരാൻ താല്പര്യമുണ്ട്, ദൈവത്തിന് ധനം തരാൻ താല്പര്യമുണ്ട്. മീഖയുടെ ലേഖനത്തിലോട്ട് വരികയാണ്. 4:1 ഇവിടം കൊണ്ട് അങ്ങോട്ട് ആരംഭിച്ചു. 4:11 മുതൽ 13 വരെ. ഞങ്ങളുടെ കണ്ണ് സിയോനെ കണ്ട് രസിക്കേണ്ടതിന് അവൾ മലിനയായി തീരട്ടെ എന്ന് പറയുന്ന അനേകം ജാതികൾ ഇപ്പോൾ നിനക്ക് വിരോധമായി ചുറ്റും കൂടിയിരിക്കുന്നു. എന്നാൽ അവർ യഹോവയുടെ വിചാരങ്ങൾ അറിയുന്നില്ല, അവൻ്റെ ആലോചന ഗ്രഹിക്കുന്നതുമില്ല. കറ്റകളെപ്പോലെ അവൻ അവരെ കളത്തിൽ കൂട്ടുമല്ലോ. സിയോൻ പുത്രിയെ, എഴുന്നേറ്റ് മെതിക്കുക. ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പും താമ്രവുമാക്കും. നീ അനേകം ജാതികളെ തകർത്ത് കളയുകയും അവരുടെ ലാഭം യഹോവയ്ക്കും അവരുടെ സമ്പത്ത് സർവ്വഭൂമിയുടെയും കർത്താവിനും നിവേദിക്കുകയും ചെയ്യും. സിയോൻ പുത്രി, നിന്റെ വട്ടത്തിൽ ഒരുപാട് ആൾ വന്ന് കൂടുന്നത് കാണാമോ? നിന്നെ ഒന്ന് നാറിക്കാൻ, നിന്നെ ഒന്ന് പരിഹസിക്കാൻ, നിന്നെക്കുറിച്ചൊരു കുറ്റം പറയാൻ നമ്മുടെ മീഡിയക്കാർ ഉൾപ്പെടെ, പെന്തക്കോസ്തിനകത്തുള്ളവർ ഉൾപ്പെടെ, BJPക്കാർ മൊത്തം, RSSകാരുടെ കൂട്ടം, ഇവരെല്ലാം കൂടെ ചേർന്ന് ശ്രമിക്കുന്നത് ഒന്നേ ഉള്ളൂ: നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പരിഹസിക്കണം, നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വൃത്തികേടാക്കണം, നിന്നെക്കുറിച്ചൊരു അപവാദം പറയണം. ഇവർ വരിക. പക്ഷെ നിനക്കറിഞ്ഞുകൂടാ, ഞാൻ അവരെ കൊണ്ടുവരിക. ഒരു സീസൺ കാണിക്കാൻ വേണ്ടി ഞാൻ അവരെ കൊണ്ടുവരിക. നിൻ്റെ സീസണായി ഇന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ അവരെ കൊണ്ടുവരികയാണ്. നീ ഒന്ന് എഴുന്നേരെ. നീ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നോട് ഒന്നും ചെയ്യാൻ എനിക്കൊക്കത്തില്ല. നീ ഒന്ന് എഴുന്നേരെ. നീ ഒന്ന് എഴുന്നേക്കാമെങ്കിൽ ഞാൻ നിനക്ക് 2 കൊമ്പ് തരാം. അത് ഇരുമ്പ് കൊമ്പായിരിക്കും. സിയോൻ പുത്രി എന്ന് പറഞ്ഞാൽ അവരൊരു മൃദുലങ്കയായ പെൺകുട്ടി എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ ഇവക്ക് കൊമ്പോ? അതെങ്ങനെയാ? ഞാൻ നിൻ്റെ കുളമ്പുകളെ താമ്രമാക്കി തരാം. ഇവക്ക് കുളമ്പോ? ഇവൾ മൃദുലങ്കയായ പെൺകുട്ടിയല്ലേ? തിരുവചന ഭാഷയിൽ ആൾ മാറിയവളെപ്പോലെ ഞാൻ ആക്കിത്തരാം. നീ എഴുന്നേറ്റാൽ ഈ വട്ടം നിൽക്കുന്നതിനെ മെതിച്ചു. അവരുടെ സമ്പത്ത് യഹോവയ്ക്ക് വേർതിരിക്കുവാൻ ഞാൻ അവരെ നിൻ്റെ വട്ടം കൂട്ടിയിരിക്കുക. ഇന്ന് നിങ്ങളെ എതിർക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ, ഇന്ന് നിങ്ങളെ പരിഹസിക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ നിങ്ങളെ ഉയർത്തി മാനിക്കുവാൻ അവരുടെ സമ്പത്ത് യഹോവയ്ക്കാകേണ്ടതിന് നിങ്ങളിൽ ചിലതിനെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവാം. ഈ പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. മണ്ണുകൊണ്ട് ഒരു ശരീരം ഈ കോസ്മോസിൽ നിന്ന് എടുത്തു. അതിനകത്തേക്ക് സ്വർഗത്തിലുണ്ടാക്കിയ ഒരാത്മാവിനെ ഊതിക്കയറ്റി. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ഞാനും നിങ്ങളും. ഒരു ലീഗൽ മനുഷ്യനായി മാറിയത് ഇവിടെയാണ്. എനിക്കും നിങ്ങൾക്കും ഒരു ലീഗൽ അക്സെപ്റ്റൻസ് ഉണ്ട്. ഈ ഊതിയ ആത്മാവിനെ കാലത്തിൻ്റെ പോക്കിൽ നശിപ്പിച്ചു. കാലത്തിൻ്റെ പോക്കിൽ നശിപ്പിച്ചു. ഞാൻ സത്യത്തിൽ ഈ കഴിഞ്ഞ യുദ്ധങ്ങൾക്ക് വേണ്ടി, നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു, സത്യമായും പ്രാർത്ഥിച്ചു. ഇസ്രയേലിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുക എന്നുള്ള ദൈവവചനത്തിൻ്റെ പ്രമാണമാണ്. അതുകൊണ്ട് ഞാൻ ഗൗരവമായി പ്രാർത്ഥിച്ചു. മാത്രമല്ല, ഞങ്ങളുടെ അടുക്കളയിലും ഗ്യാസ് ഇല്ല. ഇത് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആകപ്പാടെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചു. ചർച്ചിന് ഞങ്ങൾക്കൊരു കിച്ചണുണ്ട്, ഗ്യാസ് ഇല്ല. എനിക്ക് വന്ന പിള്ളേരെല്ലാം കൂടെ കരിയടുപ്പ് വാങ്ങിക്കാൻ പോയി. വിറകടുപ്പ് വാങ്ങിക്കാനായിട്ട് പോയി. കാര്യം കൽക്കരിയും കിട്ടുന്നില്ല. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് വേണമെന്ന് പറഞ്ഞ് നോക്കാൻ പോയി. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു വാചകം, ലജ്ജ, ദുഃഖം, ഇത് രണ്ടും വെച്ചുകൊണ്ട് ഞാൻ പറയും, എൻ്റെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടത്, ഞാൻ എൻ്റെ ജനത്തെ വിളിച്ചിറക്കി അവരെ നടത്തിക്കൊണ്ട് വന്ന വഴിക്ക് അവർ വഴിയിൽ കണ്ട ജാതികളോട് അനുരൂപരായി മാറി. യഹോവയെ സേവിക്കുന്ന ഒരു ജനമെന്നും കണ്ട് നടക്കാനാണ് ഞാൻ ഇസ്രയേലിനെ മിസ്രയീമിൽ നിന്ന് ഇറക്കിക്കൊണ്ടു വന്നത്. ഇവർ വഴിയിൽ കണ്ട സകലരോടും അനുരൂപരായി. അതിൻ്റെ ശിക്ഷ അവരനുഭവിച്ചേ പറ്റൂ. ഇതുപോലെ തന്നെ ശിക്ഷ അനുഭവിക്കുന്ന അനേക രംഗങ്ങളുണ്ട്. ഞാനും നിങ്ങളും ശിക്ഷ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിലായിപ്പോകരുത്. അതുകൊണ്ട് ഈ തലമുറ വിടുവിക്കപ്പെടട്ടെ. യേശുവിന് പൂർവ്വകാല വൈരാഗ്യമില്ല, അല്ലെങ്കിൽ ദൈവത്തിന് പൂർവ്വകാല വൈരാഗ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. എത്രയും അത് ശരിയാണെന്നൊന്ന് ചെക്ക് ചെയ്തോണം. യേശു ഒരിക്കൽ പറയുന്ന ഒരു പദമുണ്ട്. ആരുടെ രക്തം മുതൽ? ഹാബേലിൻ്റെ രക്തം മുതൽ ഈയിടയ്ക്ക് മരിച്ചുപോയ സെഖരിയാവിൻ്റെ രക്തം വരെ സകല രക്തവും ഞാൻ ഈ തലമുറയുടെ മേൽ ചോദിക്കും. കർത്താവേ, ഈ തലമുറ എന്നാ കുറ്റം ചെയ്തിട്ടാ? ഹാബേലിൻ്റെ രക്തം മുതൽ എന്ന് പറഞ്ഞ 2000 വർഷം പുറകിൽ, 4000 വർഷം പുറകിൽ
4000 വർഷം പുറകിൽ ഹാബേലിൻ്റെ രക്തം ഞാൻ ഈ തലമുറയോട് ചോദിക്കും. അവിടെ മുതൽ കഴിഞ്ഞ ദിവസം മരിച്ചുപോയ സെഖര്യാവിൻ്റെ രക്തം വരെ സകല രക്തവും ഞാൻ ഈ തലമുറയോട് ചോദിക്കും. ചില തലമുറകളെ ദൈവം ശിക്ഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത് വെക്കും. അതിന് ഇസ്രായേൽ കാരണമുണ്ടാക്കി. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മക്കളുടെ മേലും വരട്ടെ എന്ന് അവരൊന്ന് വിളിച്ച് കരഞ്ഞു. അതെ, ദൈവം ഉണ്ടാക്കി വെച്ച പഴുതിൽ വരികയെന്ന് ചാടിയതാ. ഇത് മുഴുവനും ഞാൻ ഈ തലമുറകളുടെ മേൽ വരുത്തുമെന്ന് കർത്താവ് പറഞ്ഞു. ഇവർ ഈ വാചകം പറയുന്നതിന് മുമ്പാണ് യേശു അത് പറയുന്നത്. ഹാബേലിൻ്റെ രക്തം മുതൽ സെഖര്യാവിൻ്റെ രക്തം വരെ സകല രക്തവും ഞാൻ ഈ തലമുറകളുടെ മേൽ വരുത്തും എന്ന പ്രസ്താവന യേശു പറഞ്ഞ ശേഷമാണ് ഇവർ പറയുന്നത് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന്. ഇവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടുകൊണ്ട് ദൈവം തീരുമാനിച്ചു ഇത് ശപിക്കപ്പെട്ട തലമുറയാണ്. ചില തലമുറ ശാപം അനുഭവിക്കാൻ ദൈവമായി തിരഞ്ഞെടുക്കുന്നതുണ്ട്. ആരണ്ടയുടെയൊക്കെ അകൃത്യം നമ്മുടെ മേൽ കൊണ്ടുവച്ചതാണ്. ആരണ്ടയുടെയൊക്കെ അകൃത്യം നമ്മുടെ മേൽ കൊണ്ട് ചുമത്തിയതാണ്. എൻ്റെ പിതാക്കന്മാർ ദൈവത്തിൻ്റെ വഴി വിട്ടുപോയതിനാൽ, എൻ്റെ മാതാക്കൾ ദൈവത്തിൻ്റെ പാത പിന്തുടരഞ്ഞതിനാൽ, അവർ ജീവിക്കേണ്ട ജീവിത ശൈലിയിൽ നിന്ന് അവരുടെ മാതാപിതാക്കൾ തെറ്റിയതിനാൽ, ആകയാൽ ഞാൻ ഈ തലമുറയെ ശിക്ഷിക്കും എന്ന് ദൈവം തീരുമാനിച്ചാണ് ഇന്ന് ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ നടക്കുന്നത്. ഇന്നത്തെ നമ്മുടെ തലമുറയിൽ ഇതിൽ നിന്ന് നമുക്കൊരു വിടുതലെടുക്കേണ്ടതിന് വേണ്ടി യേശുവിൻ്റെ കാൽവറി ഉള്ളതുകൊണ്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. സിമ്പിളി യേശുവിൻ്റെ കാൽവറി എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ല. അതിനെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി എടുക്കുക. കർത്താവെ, വന്നുപോയ തെറ്റ് വന്നുപോയി, എൻ്റെ ജീവിതത്തിൽ ഇനി അത് ഒരു കാലത്തും ആവർത്തിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ് ഉറച്ച നിലവിളിയോടും കരച്ചിലോടും കണ്ണുനീരോടും കൂടെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമെങ്കിൽ ഒരു തലമുറ വിടുവിക്കപ്പെടും, 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 വിടുവിക്കപ്പെടും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒന്ന് തയ്യാറാകാമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു വ്യത്യാസം വരുത്താൻ പോകാം. കൊമ്പില്ലാത്ത നിനക്ക് ഞാൻ 2 ഇരുമ്പ് കൊമ്പ് തരാം, 2ഓ 4ഓ ഞാൻ ഇരുമ്പ് കൊമ്പ് തരാം. കുളമ്പില്ലാത്ത നിനക്ക് ഞാൻ താമ്ര കുളമ്പുകൾ തരാം. ഞാൻ നിന്നെ പുത്തൻ കഴിവുകളിലേക്ക് നടത്താം. ഈ ദിവസങ്ങളിൽ ദൈവം ചില പുതിയ കഴിവുകൾ നമ്മിൽ ചിലരുടെ മേൽ പകരേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത് കൊള്ളാം. ഇന്നലെ ഒരു ഫിലിപ്പ് ഓങ്ങിനെ കുറിച്ച് ഇവിടെ ഒന്ന് തൊട്ടേച്ചാണ് ഞാൻ നിർത്തിയത്. ചൈനക്കാരനാണ്, സിംഗപ്പൂരിൽ താമസിച്ചിരുന്നു. ഇന്ന് എവിടെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മോട്ടറോള കമ്പനിയുടെ ഓണറായി മാറിയ മനുഷ്യനാണ് ഫിലിപ്പോങ് എന്നോട് പറഞ്ഞത്, ഒരിക്കൽ അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു, നിനക്ക് ചെയ്യാൻ കഴിയുന്ന ജോലി നീ ചെയ്യണം, നീ നന്നായി അധ്വാനിക്കണം. അദ്ദേഹത്തിന് ചെയ്യാൻ അറിയാവുന്നത് ആകെപ്പാടെ ഇതേ ഉള്ളൂ. ചൈനക്കാരനായതുകൊണ്ട് ചൈനീസ് ഫുഡ് ഉണ്ടാക്കാൻ അറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ ഒരു ചായക്കട തുടങ്ങാൻ പറഞ്ഞു, നീ ഒരു ഹോട്ടൽ തുടങ്ങ്, അതിനകത്ത് ശരിക്കും അധ്വാനിക്കണം. 1 ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയതാണ്, ബൈബിൾ സ്കൂളിൽ പഠിക്കണം. 2 സഭ രൂപീകരിക്കണം, അത് മൊത്തം നോക്കണം. അതിൻ്റെ മണ്ടയ്ക്കൊരു ഹോട്ടലിലേക്ക് ആവശ്യമുള്ള ആഹാരം കൂടെ ഉണ്ടാക്കണമെങ്കിൽ രാത്രി മൊത്തം മെനക്കെട്ടേ പറ്റുള്ളൂ. അത് ചെയ്യാൻ പറഞ്ഞു. ഒറ്റ വർഷം കൊണ്ട് 200 മെമ്പേഴ്സുള്ള ചർച്ച് രൂപീകരിച്ചു. 2ാമത്തെ വർഷം വേറൊരു സ്ഥലത്ത് ഹോട്ടൽ തുടങ്ങാൻ പറഞ്ഞു. 2ാമത്തെ സ്ഥലത്തും 1 വർഷം കൊണ്ട് 200 പേരുള്ള ചർച്ച് ഫോം ചെയ്തു, രാത്രി അധ്വാനിച്ചുകൊണ്ടാണ്. 3ാമത്തെ വർഷം ദൈവം പറഞ്ഞു, നീ തിരിച്ച് സിംഗപ്പൂരിൽ പോകാൻ പറഞ്ഞു. അദ്ദേഹം തിരിച്ച് സിംഗപ്പൂരിൽ ചെന്നു. അപ്പൻ പറഞ്ഞു, നിന്നെ ബൈബിൾ പഠിക്കാൻ വിട്ടത് നീ ഇവിടെ വന്ന് സുഖമായി ജോലി ചെയ്യാനല്ല, നിന്നെ ബൈബിൾ പഠിപ്പിച്ചത് സുവിശേഷ വേല ചെയ്യാനാ. കർത്താവ് പറഞ്ഞു, ഇല്ല, നീ തൽക്കാലത്തേക്ക് ഇത് ചെയ്യ്, ഞാൻ പിന്നെ നിന്നെ സുവിശേഷ വേലയ്ക്ക് ഇറക്കാം. എന്തോ ചെയ്യണം? ഫിലിപ്പോങ് എന്നോട് പറഞ്ഞത്, ഒരു കാറ് പാർക്ക് ചെയ്യുന്നതിന് സിംഗപ്പൂരിൽ ഈ ദിവസങ്ങളിൽ, ഇന്നത്തെ എനിക്ക് അറിഞ്ഞുകൂടാ, ആ ദിവസങ്ങളിൽ $20 ഒരു മണിക്കൂർ ഒരു കാറ് പാർക്ക് ചെയ്യുന്നതിൻ്റെ പാർക്കിംഗ് ചാർജ്. അതിനുള്ള പാർക്കിംഗ് ഷെഡുകളുണ്ട് അവിടെ പാർക്ക് ചെയ്യാൻ. അവിടെ തന്നെ കൈകൊണ്ട് കാറ് കഴുകി കൊടുത്താൽ $40 കിട്ടും. കാറ് മെഷീൻ കൊണ്ടാണ് സാധാരണ കഴുകുന്നത്, പക്ഷെ കൈകൊണ്ട് കഴുകിയാൽ പോറൽ കുറഞ്ഞിരിക്കും, ഗുണമേന്മ കൂടുതൽ കാണും, $40 കിട്ടും. അദ്ദേഹം കമ്പനി ഓണറോട് ചോദിച്ചു, ഞാനിവിടെ 8 മണിക്കൂർ നിന്ന് ഇവിടെ കാർ പാർക്കിങ് നോക്കിക്കോളാം, അനദർ 4 മണിക്കൂർ ഞാൻ ഇവിടെ നിന്ന് കാർ എൻ്റെ കൈ കൊണ്ട് കഴുകാൻ അനുവാദം തരാമോ? അദ്ദേഹം പറഞ്ഞു, കൈകൊണ്ട് കാറ് കഴുകിക്കോ, പക്ഷെ $40 കിട്ടുന്നതിൽ $20 നിനക്കെടുക്കാം, $20 എനിക്ക് തരണം. അങ്ങനെ ഒരു കാറ് കഴുകുന്നതിന് $20 വെച്ച് സമ്പാദിച്ചും കൊണ്ട് അഡീഷണൽ ജോലി ചെയ്തു.
ചില മാസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് വേറെ ഒരു പാർക്കിംഗ് ലോട്ട് സ്വന്തമായി എടുക്കാൻ കഴിഞ്ഞു. അവിടെയും ഇതുപോലെ തന്നെ കാറ് കഴുകി തുടങ്ങി. വളർന്ന് ഞാൻ പറഞ്ഞു, ഒടുവിലത്തെ സ്റ്റേജിലെത്തുമ്പോൾ 30,000 ജോലിക്കാർ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഓണറായി മാറി. മോട്ടറോള കമ്പനിയുടെ ഓണറായി മാറി. സിയോൻ പുത്രി, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തയ്യാറാകുക. ഞാൻ നിനക്ക് കൊമ്പ് തരാം, നിനക്ക് കുളമ്പ് തരാം. നിന്റെ വട്ടം ഇന്ന് നിന്നെ പരിഹസിക്കാൻ നിൽക്കുന്ന ജനമുണ്ടല്ലോ, ഏവന്മാരെ മെതിച്ച് അവരുടെ ലാഭം യഹോവയ്ക്ക് വേണ്ടി നിവേദിക്കുവാൻ ദൈവം നിന്നെ തിരഞ്ഞെടുക്കും. ഇതിനകത്തിരിക്കുന്ന ചിലരെയാണ് കർത്താവ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. മീഖയുടെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-13. മീഖ 4-നാണ് ഇതിനെതിരെ എടുത്തത്. 2-12-13. യാക്കോബേ, ഞാൻ നിനക്കുള്ളവരെ ഒക്കെയും ചേർത്തുകൊള്ളും, ഇസ്രയേലിൽ ശേഷിപ്പുള്ളവരെ ഞാൻ ശേഖരിക്കും. തൊഴുത്തിലെ ആടുകളെപ്പോലെ, മേച്ചിൽപ്പുറത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും. ആൾപ്പെരുപ്പം ഹേതുവായി അവിടെ മുഴക്കമുണ്ടാകും. തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു. അവർ തകർത്ത് ഗോപുരത്തെങ്കിൽ കൂടി കടക്കുകയും പുറപ്പെട്ടു പോകുകയും ചെയ്യും. അവരുടെ രാജാവ് അവർക്ക് മുൻപായി യഹോവ അവരുടെ തലയ്ക്കലും നടക്കും. ഇന്നു പകൽ ദൈവജനത്തോട് ദൈവത്തിന് പറവാനുള്ളത്, ജനത്തിൻ്റെ പെരുപ്പമുണ്ടാകും. എനിക്ക് 22 മെമ്പേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് 22 മെമ്പേഴ്സിൽ പലരും കാലെ ചെരുപ്പിടാനില്ലാത്തവരായിരുന്നു. ഞങ്ങൾക്കൊരു ആൻറ്റി ഉണ്ടായിരുന്ന ആൻറ്റി ഇന്നും ജീവനോടുണ്ട്. അവരുടെ ഭർത്താവ് മുക്കുടിയനാ, ചാരായം കുടി, പട്ടച്ചാരായം തന്നെ കുടിച്ച് ജീവിക്കുന്നവനാണ്. ഒരു കുഞ്ഞ് ജനിച്ചു പോയി. ആ കുഞ്ഞിനെ വളർത്താൻ നിവൃത്തിയില്ലാഞ്ഞതുകൊണ്ട് അനാഥശാലയ്ക്ക് കൊടുത്തു. ആ ചെറുക്കൻ്റെ സ്വഭാവം ജീവിതത്തിൽ ഒരിക്കലും നന്നാകാതെ നശിച്ചു. അതായിരുന്നു ആൻറ്റി. ആ ആൻറ്റിക്ക് ആരെങ്കിലും 1 കിലോഗ്രാം അരി അല്ലെങ്കിൽ ഒരു കുറച്ച് അരി ഒരുമിച്ച് കൊടുത്താൽ ആൻറ്റി അത് വീട്ടിൽ കൊണ്ടുപോകത്തില്ല, പരിചയമുള്ള ഒരു വീട്ടിലോട്ട് വെച്ചേക്കും. എന്നിട്ട് പറഞ്ഞ 1 കിലോ അരി ഒരുമിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ ഭർത്താവ് കൊങ്ങായിക്ക് പിടിച്ചെടുത്ത് കളഞ്ഞേച്ച് ഇത് വിറ്റ് ചാരായം കുടിക്കും. അതുകൊണ്ട് ആൻറ്റി അന്നന്നത്തേക്ക് ആവശ്യമുള്ള നാഴി അരിയോ നാഴൂരി അരിയോ എടുത്ത് കുതിർത്ത് വീട്ടിൽ കൊണ്ടുപോകത്തുള്ളായിരുന്നു. ആൻറ്റിക്ക് ആരെങ്കിലും ഒരു പഴയ സാരി കൊടുത്താൽ സാരി വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പേ 2 കീറലിടും. കാര്യം സാരി കീറാത്തതായി വീട്ടിൽ കൊണ്ടുപോയാൽ ഭർത്താവ് എടുത്തുകൊണ്ട് കള്ളു ചാരായം കുടിക്കും. അത് വരാതിരിക്കാൻ ആ ടൈപ്പാ അവരുൾപ്പെടെ 22 പേരായിരുന്നു ചർച്ചിനകത്ത്. അന്ന് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നതാ. ആൾപ്പെരുപ്പ നിമിത്തം യെരൂശലേം മതിലില്ലാതെ കിടക്കും. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പെരുപ്പം കൊണ്ട് യെരൂശലേം മതിലില്ലാതെ കിടക്കും. ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ അടിയൻ്റെ മേൽ പകർന്ന അനുഗ്രഹം ഈ സഭയുടെ മേൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കട്ടെ. ഇന്ന് കൃത്യം പോലെ ആ വാക്യം വന്നു. മീഖ 2:12-13 നോട്ട് ചെയ്തു ഇതിനകത്തെ വിശ്വസ്ത മെമ്പേഴ്സ്. മീഖ 2:12-13. യാക്കോബേ, ഞാൻ നിനക്കുള്ളവരെ ഒക്കെയും ചേർത്തുകൊള്ളും, ഇസ്രയേലിൽ ശേഷിപ്പുള്ളവരെ ഞാൻ ശേഖരിക്കും. ഞാൻ ഇവിടെ വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് ഒന്നുകൂടെ പോട്ടെ. യാക്കോബേ, ഞാൻ നിനക്കുള്ളവരെ ഒക്കെയും ചേർത്തുകൊള്ളും. സഭയിൽ വന്നിരിക്കുന്ന എല്ലാവരെയും ചേർത്തുകൊള്ളുമെന്നല്ല, ഈ സഭയ്ക്കുള്ള ചിലർ ഇതിനകത്തുണ്ട്. ഈ ആശയം കിട്ടുന്നവർക്കായി സ്തോത്രം. കയ്യടിക്കാൻ വേണ്ടി അകത്തു വരുന്നവരും നല്ലൊരു പാട്ട് കേൾക്കാൻ അകത്തു വരുന്നവരും ഒന്നും സഭയുടെ ഭാഗമല്ല. സഭയ്ക്കകത്തേക്ക് ദൈവം നട്ട ചിലതുണ്ട്. യാക്കോബേ, ഞാൻ നിനക്കുള്ളവരെ ഒക്കെയും ചേർത്തുകൊള്ളും, ഇസ്രയേലിൽ ശേഷിപ്പുള്ളവരെ ഞാൻ ശേഖരിക്കും. തൊഴുത്തിലെ ആടുകളെപ്പോലെ, മേച്ചിൽപ്പുറത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും. ആൾപ്പെരുപ്പം ഹേതുവായി അവിടെ മുഴക്കമുണ്ടാകും. ആൾപ്പെരുപ്പം ഹേതുവായി അവിടെ മുഴക്കമുണ്ടാകും. ഞാൻ എൻ്റെ ഒരു പ്രത്യേക അനുഭവം കൂടെ കർത്താവിൻ്റെ ദാസനെ പറഞ്ഞോട്ടെ. ഞാൻ ഇതുവഴിയൊക്കെ പോകുമെന്ന് എനിക്കറിയാൻ വയ്യ. 2022 മല്ലശ്ശേരി അനിയൻ കുഞ്ഞെന്ന് പറയുന്നൊരു കർത്താവിൻ്റെ ദാസനുണ്ട്. ജോസഫ് ഡാനിയേൽ എന്നാണെന്ന് ഒഫീഷ്യൽ പേര്. അദ്ദേഹം എന്നോടൊരു ദൂത് പറഞ്ഞു. ഒരു ദിവസം ആരാധന മധ്യേ നീ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ മരിച്ചവനെ പോലെ തറയിൽ വീഴും. ബോഡി എടുത്ത് കളയരുത് എന്ന് സഹോദരന്മാരോട് പറഞ്ഞേക്കണം. ബോഡി പ്രിസർവ് ചെയ്യണം. ഞാൻ വീണ്ടും ആ ശരീരത്തിൽ ഊതും. നീ ഒരു നവജീവൻ പ്രാപിക്കും. തുടർന്ന് നിൻ്റെ ശുശ്രൂഷ വ്യത്യസ്തമായിരിക്കും. ഞാൻ അന്ന് എൻ്റെ ചർച്ചിൽ വന്ന് പറഞ്ഞു, ഞാൻ എപ്പോഴെങ്കിലും ചത്ത പോലെ വീണ് കഴിഞ്ഞാൽ എടുത്ത് കളയല്ലേ, ദയവ് ചെയ്ത് വെച്ചേക്കണം, കുറച്ച് നാൾ അത് കഴിഞ്ഞേ കുഴിച്ചിടാവൂ എന്നൊക്കെ പറഞ്ഞു. ഡിസ്പോസ് ചെയ്യരുതെന്ന് പറഞ്ഞു. ആ ദിവസങ്ങളിലൊന്നും ഞാൻ വീഴാൻ തുടങ്ങി. വീണില്ല. എന്നാൽ പെട്ടെന്ന് എൻ്റെ ഷുഗർ ഡൗണായി. എനിക്ക് മനസ്സിലായി ഷുഗർ ഡൗണായി എന്ന്. എൻ്റെ റൂമിനകത്ത് വന്നു. അവിടെ ഞാൻ വീണു. റൂമിനകത്ത് വീണു. ബോധം പോയില്ല, വീണു എന്ന് മാത്രം. സഹോദരന്മാരെൻ്റെ വട്ടം കൂടി നിന്ന് പ്രാർത്ഥിച്ചു.
എനിക്ക് തിരിച്ച് ആരോഗ്യമായി എഴുന്നേറ്റു. അതോടെ ഇത് തീർന്നു എന്ന് ഓർത്തു. 2023 22-ലായിരുന്നു, അത് 24 വീണ്ടും മല്ലശ്ശേരി അനിയൻ കുഞ്ഞ്. നീ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ മരിച്ചവനെ പോലെ വീഴും. ബോഡി എടുത്ത് കളയരുത് എന്ന് സഹോദരന്മാരോട് പറഞ്ഞേക്കണം. ഞാൻ വീണ്ടും ഊതും. അതൊരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. 25 3-ാം പ്രാവശ്യം മല്ലശ്ശേരി അനിയൻ കുഞ്ഞ്. ജൂൺ മാസത്തിലാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. കഴിഞ്ഞ ജൂണിൽ കണ്ടു. നീ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കൊല്ലം 3 പറയാൻ തുടങ്ങിയിട്ട് 3-ാമത്തെ പ്രാവശ്യമാണ്. ഞാൻ പിന്നെ ആരോടും പറയാൻ പോയില്ല. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ആരായിരുന്നു, ട്രിവാൻഡ്രത്തിനപ്പുറത്തുള്ള ഒരു പ്രവാചകൻ കഴിഞ്ഞ വർഷം വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ വന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ബഥേലിൻ്റെ കോമ്പൗണ്ടിൽ ആൾ കൊള്ളാതെയാകുമെന്നത് നിന്നോടുള്ള ദൂത. അത് ഈ വാക്യമാണ്, പല പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ട്. നിന്നോടുള്ള ദൂത, അത് താമസിയാതെ സംഭവിക്കും. അന്ന് 40 വീതമുള്ള ഉപവാസങ്ങൾ നീ കഴിക്കും. 40 വീതമുള്ള ഉപവാസങ്ങൾ, മിനിമം 2 കഴിക്കും. അതിനുശേഷം നിയമിക്കപ്പെട്ട 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 22-ാം ദിവസം നീ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ നീ മരിച്ചവനെ പോലെ വീഴും. ബോഡി കളയല്, എനിക്ക് വീണ്ടും ഊതാനുണ്ട്. ആരായിരുന്നത്? ഓക്കെ, ട്രിവാൻഡ്രത്തുള്ള ഒരു കർത്താവിൻ്റെ ദാസൻ, ഞാൻ പേര് ഓർക്കുമ്പം പറയാം. അദ്ദേഹം എന്നോട് പറഞ്ഞത് കഴിഞ്ഞ വർഷം പറഞ്ഞതാണ്. അത് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് മറ്റൊരു ദൈവദാസൻ വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പോലും ഓർക്കുന്നില്ല. എൻ്റെ മൊബൈലിൽ നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ നമ്പറുണ്ട്, അവിടെ കൊണ്ട് കണ്ടുപിടിക്കാം. അദ്ദേഹം എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, ബഥേൽ ചർച്ചിൻ്റെ ആളുകൾ കോമ്പൗണ്ടിൽ ഇരിക്കാൻ ഒക്കാത്തതുപോലെ ആളാകുന്നത് കൊണ്ട് ചർച്ചിൻ്റെ വെളിയിൽ ഒരു കോമൺ മീറ്റിംഗ് വാടകയ്ക്കെടുത്ത സ്ഥലത്ത് നടത്തും. അന്ന് ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ മരിച്ചവനെ പോലെ വീഴും. ബോഡി ഡെസ്ക് പോലെയുള്ള ഒരു വസ്തുവിൽ എടുത്ത് കിടത്തും. സ്റ്റേജിൽ നിന്ന് ബോഡി മാറ്റാതെ സൂക്ഷിക്കണം. ജനം അന്ന് മരിച്ചവർ ഉയർക്കേണ്ടതിന് പ്രാർത്ഥിക്കുവാൻ ആവശ്യമുള്ളൊരു വിശ്വാസം ഞാൻ ജനത്തിൽ പകരും. നിൻ്റെ മേൽ ഞാൻ വീണ്ടും ഊതും. നീ എഴുന്നേറ്റ് വരും. നീ എഴുന്നേറ്റ് വരുമ്പോൾ നിന്നെ ഒരു കസേരയിൽ ഇരുത്തും. ഞാൻ അന്ന് വരെ കസേരയിൽ ഇരുന്ന് പ്രസംഗിച്ചിട്ടില്ല. നിന്നെ ഒരു കസേരയിൽ ഇരുത്തും. തുടർന്ന് നിൻ്റെ കൈകൊണ്ട് ശക്തിയേറിയ രോഗശാന്തികൾ നടക്കും. ഒത്തിരി ഇമ്പാർട്ടേഷനുകൾ നടക്കും എന്ന് പറഞ്ഞ ശുശ്രൂഷയുടെ കൈമാറ്റങ്ങൾ നടക്കും. അത് ഒരു പ്രത്യേക വ്യത്യാസത്തിന് വേണ്ടിയാണ്. ഞാൻ ആ മെസ്സേജ് റെക്കോർഡ് ചെയ്തു, പക്ഷെങ്കിൽ അത് ഒട്ടും ഓർത്തില്ല, ആരോടും പറഞ്ഞില്ല. കഴിഞ്ഞ വർഷം 2025 40 ദിവസം വീതം 2 പ്രാവശ്യം ഉപവസിച്ചു. എൻ്റെ ബലഹീന ശരീരത്തിന് അതിനുള്ള കഴിവില്ല എന്നെനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ ദാനിയൽ ഫാസ്റ്റിംഗ് ആയി എടുത്തത്. ഒരു ദിവസം ഒരു നേരം വെജിറ്റേറിയൻ ആഹാരം കഴിച്ചും കൊണ്ട് 40 ദിവസം വീതം 2 പ്രാവശ്യം ഉപവസിച്ചു. ഇത് കഴിഞ്ഞ നവംബറിലെ ഉപവാസ പ്രാർത്ഥന. നവംബറിൽ സഭയായിട്ട് നിയമിച്ച 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. അന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ നടത്തുന്ന ലാസ്റ്റ് ഉപവാസ പ്രാർത്ഥന, ഈ പവർഫുൾ ഉപവാസ പ്രാർത്ഥന, ഇതിനകത്ത് അതിശക്തമായൊരു ദൈവശക്തി ഉണ്ടാവും. ഇതുപോലൊരു ഉപവാസ പ്രാർത്ഥന ഇനി നീ ഇതിനകത്ത് കണ്ടക്ട് ചെയ്യത്തില്ല. പകരം നിൻ്റെ മേൽ ഞാൻ വേറൊരു ശുശ്രൂഷ തരും. പലയിടങ്ങളിൽ പോകുകയും പല ശക്തികളെ ശാസിക്കുകയും ഒരു ഇമ്പാർട്ടേഷൻ നടത്തുകയും ചെയ്യുവാനുള്ള ഒരു കൃപ തരും എന്ന് എന്നോടിടപെട്ടു. ഞാൻ ചർച്ചിൽ പരസ്യമായി എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ബഥേൽ ചർച്ചിന് വേണ്ടി നടത്തുന്ന പവർഫുൾ ഫാസ്റ്റിംഗ് ലാസ്റ്റായത്. അതിനുശേഷം ഫാസ്റ്റിംഗ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു, കാണും. പക്ഷെ എൻ്റെ കൈ കൊണ്ട് നടത്തുന്ന ലാസ്റ്റ് ഫാസ്റ്റിംഗ് ആയത്. തുടർന്ന് ഞാൻ മറ്റ് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ അയക്കും. ഓൾ ഇന്ത്യയുടെ ചുമതല എടുത്തുകൊണ്ട് ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും യാത്ര ചെയ്ത് ചില ശക്തികളെ ശാസിക്കും. ഇതൊക്കെ കഴിഞ്ഞു. ഡിസംബർ മാസം എനിക്ക് തോന്നുന്നത് 6-ാം തീയതിയാണെന്ന് തോന്നുന്നു, ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന തീർന്നു. 21 ദിവസത്തെ ഉപവാസം ഡിസംബർ 6-ാം തീയതി തീർന്നു. ഡിസംബർ 7-ാം തീയതി ആരാധനയ്ക്ക് ഞങ്ങളുടെ കോമ്പൗണ്ടിൽ ഒക്കത്തില്ല എന്ന് ഉറപ്പാണ്. കാർ പാർക്ക് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് അവിടെ പറ്റത്തില്ല. അതുകൊണ്ട് 7 ലക്ഷം രൂപ മുടക്കി. ഞാൻ എന്തുകൊണ്ടാണ് 7 ലക്ഷത്തിൻ്റെ കണക്ക് പറഞ്ഞ്, ഏറിയ വലുതാണ്. അതുകൊണ്ട് 7 ലക്ഷം രൂപ മുടക്കി ഒരു കോമൺ ഗ്രൗണ്ട് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തു. ആദ്യമായി ചർച്ച് പ്ലാൻ ചെയ്തതുപോലെ കർത്തൃമേശ നടന്നു. 2ാമത് പ്രസംഗിക്കാമെന്ന് വെച്ചു. ഞാൻ എഴുന്നേറ്റ് നിന്നു. ഇതേ കമ്പ്യൂട്ടർ എടുത്ത്
ഞാൻ ഇതുപോലെ വാക്യങ്ങളൊക്കെ എഴുതി വലുതാക്കി വെച്ച് പ്രസംഗിക്കാനൊക്കത്തുള്ളൂ, വലുതാക്കി വെച്ചു. ഒന്നാമത്തെ വാക്യം വായിച്ചു കഴിയുകയും, കണ്ടവരതിനകത്ത് ഇരിപ്പുണ്ട്, ഒന്നാമത്തെ വാക്യം വായിച്ചു കഴിയുകയും താഴെ വീഴാൻ പോകുന്നു എന്നൊരു തോന്നൽ. ഞാൻ ഉടനെ പറഞ്ഞു, ഐ നീഡ് സംബഡീസ് ഹെൽപ്പ്, ഐ ആം സിക്ക്. ആരും ഒന്നും അനങ്ങുന്നത് കണ്ടില്ല. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു, ഐ നീഡ് ഹെൽപ്പ്, സംബഡി പ്ലീസ് ഹെൽപ്പ് മീ. എന്നിട്ട് ഞാൻ പറഞ്ഞു, സുനിൽ മെസ്സേജ് കണ്ടിന്യൂ ചെയ്യുക. എൻ്റെ മൂത്ത മോനാ സുനിൽ, മെസ്സേജ് കണ്ടിന്യൂ ചെയ്യുക, ഐ കനോട്ട് സ്റ്റാൻഡ്. പറയുകയും വീഴുകയും കൂടെ ഒന്നിച്ചായിരുന്നു, മരിച്ചവനെ പോലെ വീണു. അവരെന്നെ പൊക്കിയെടുത്തു. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിരുന്ന ആംബുലൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഗവൺമെൻറ് ആംബുലൻസിലേക്ക് കൊണ്ടുപോയി. ഗവൺമെൻറ് ആംബുലൻസിനകത്തെ സ്ട്രെച്ചർ എക്സാക്ട്ലി ഡെസ്കിനെ പോലെയാണ്. അത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ്, ഒരു ഡെസ്കാണ്. അതിലോട്ട് കൊണ്ട് കിടത്തി. അവരെന്നെ എടുത്ത് ആംബുലൻസിൽ വെച്ചു, ഹോസ്പിറ്റലിൽ പോയി. പോകുന്ന വഴിയിൽ വെച്ച് എനിക്ക് ബോധം വീണപ്പോൾ ഞാൻ പറഞ്ഞു, ദയവായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകരുത്. ഇതിനോടകം 2 മെഡിക്കൽ ഡോക്ടേഴ്സ് എൻ്റെ കൂടെ ഉണ്ട്. ചർച്ചിനകത്തെ 2 മെമ്പേഴ്സാണ്, അവർ 2 പേരും ഉണ്ട്. അവർ പറഞ്ഞു, പാസ്റ്ററുടെ ഷുഗർ ലെവൽ കറക്റ്റാണ്, BP കറക്റ്റാണ്, ഓക്സിജൻ ലെവൽ കറക്റ്റാണ്, വീഴത്തക്ക യാതൊരു സാധ്യതയുമില്ല, യാതൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ, സംതിങ് അൺനോൺ. ഇത് ഏതെങ്കിലും ഒന്നിൻ്റെ കുറവാണെന്ന് കണ്ടിരുന്നെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. എൻ്റെ ഇളയ കൊച്ചുമോനും കൂടെ, രണ്ടാമത്തെ കൊച്ചുമോനാ ആംബുലൻസിനകത്തുണ്ടായിരുന്നു. അവൻ ഒന്ന് അലറി, ആരടാ? അപ്പച്ചൻ പറഞ്ഞ് തിരിച്ചു പോകാൻ പറഞ്ഞു. അപ്പച്ചനോട് എന്തൊക്കെയോ ദൈവാലോചനകളുണ്ട്, അതിനോട് മറുതലിക്കരുത്, ഒരു ഡോക്ടറെയും വേണ്ട, ഇപ്പം നേരെ തിരിച്ചു പോകാൻ പറഞ്ഞു. തിരിച്ച് ചർച്ചിൻ്റെ ഫ്രണ്ടിലെത്തി ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ എനിക്ക് ഒത്തിരിയും കൂടെ വ്യത്യാസമായി. ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ ഇവിടെ നിർത്ത്, ഒരു 15 മിനിറ്റ്. എനിക്ക് എഴുന്നേക്കാൻ സമയമാകുമ്പോൾ എനിക്ക് ചർച്ചിൽ തിരിച്ചു പോകണം. വീണ്ടും ചർച്ചിനകത്ത് എനിക്ക് മെസ്സേജ് തുടരണം. എനിക്ക് തോന്നി 1/2 മണിക്കൂറോളം ആ കിടപ്പ് കിടന്നു. അന്ന് ജനത്തെ നിയന്ത്രിച്ചത് ഓർത്ത് ഞാൻ എൻ്റെ മൂത്ത മോനെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവിടെയും ഇവിടെയും ആളുകൾ എഴുന്നേക്കാൻ തുടങ്ങി. എൻ്റെ ഭാര്യ എഴുന്നേറ്റു. അവൻ പറഞ്ഞു, ഈരി എവിടെയെന്ന് പറഞ്ഞു. ഒറ്റ ഒരാൾ അനങ്ങരുത്, അവിടെ ഇരി, ഡാഡി തിരിച്ചു വരും. ഈരി എവിടെ? അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവൻ അത്രയും പേരെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഇറ്റ് വാസ് സംതിങ് ബിഗ്. മോനല്ലാതെ വേറൊരാളായിരുന്നാലും ഓക്കെ, ഇത് മൂത്ത മോനാണ്. അവൻ കൺട്രോൾ ചെയ്തു. എവരിബഡി സ്റ്റുഡ് ഡെയർ. എൻ്റെ ഭാര്യ മാത്രം കരമുയർത്തിയിരുന്നു. 2 സഹോദരിമാർ എഴുന്നേറ്റി എന്ന് ഇടത്തെ കൈയും വലത്തെ കൈയും ഒരു പൊക്കി പിടിച്ചു, പണ്ട് മോശയോട് കാണിച്ച പോലെ എന്ന് പറഞ്ഞു. മോൻ നിന്ന് പ്രസംഗിച്ചു. ഞാൻ തിരിച്ചു വന്ന് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചുകൂടി ആരോഗ്യം തോന്നി. 2 സഹോദരന്മാരെന്നെ തോളത്ത് എടുത്ത് കൊണ്ടുവന്നു, ഒരു ബെഞ്ച്, ഒരു കസേരയിൽ ഇരുത്തി. അവിടെ ഇരുന്നും കൊണ്ട് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പറയുന്നു, ഒരു ദൈവിക കൈമാറ്റത്തിന് വേണ്ടി ജനത്തിൻ്റെ മേലൊരു കൈമാറ്റം. കഴിഞ്ഞ 21 ദിവസം നിങ്ങളിൽ പലരും ഒരുപാട് ഉപവസിച്ചു, ദൈവകൃപ പ്രാപിച്ചു. ഇപ്പോൾ അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ. ഞാൻ ഇരിക്കുകയാണ്, എനിക്ക് എഴുന്നേക്കാൻ വയ്യ, എന്നെ വിറയ്ക്കുന്നുണ്ട്. 2 പേരെന്നെ പിടിച്ചിട്ടുമുണ്ട് താഴെ പോകാതെ. അവർ മുന്നേ വന്നു, നല്ല കളരമുള്ള സ്റ്റേജ്. അവർ മുന്നേ നിന്നു. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ അടിയനിൽ വ്യാപരിച്ച ദൈവശക്തി, കൃപാവരങ്ങൾ ഇവരിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ ഇപ്പം തന്നെ ചെക്ക് ചെയ്യണം, പിന്നത്തേക്ക് മാറ്റി വേണ്ട, ഇപ്പം തന്നെ ചെക്ക് ചെയ്യണം. ഈ സമയം നിങ്ങൾ എഴുന്നേറ്റ് ജനത്തിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് നടക്ക്. വലിയൊരു ഓഡിറ്റോറിയം, നിറച്ചും തിങ്ങിയ ആളാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ നിങ്ങളൊന്ന് നടക്ക്. ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഐൽസിനടുകിലേക്ക് രോഗികൾ വന്നിരിക്കാൻ പറഞ്ഞു. ഇവർ നടന്നു. സൗഖ്യമായി അവർ എഴുന്നേറ്റോളാൻ പറഞ്ഞു. ഈ 70ഓളം പേരാണ് എഴുന്നേറ്റത്. ചെവി ഒട്ടും കേൾക്കാൻ വയ്യാത്തവരുടെ ചെവി കേട്ടു. കണ്ണ് 100% ബ്ലൈൻഡായിരുന്നവരുടെ കണ്ണ് തുറന്നു. ഒരു 10-70ഓളം പേര്. ഞാനല്ല പ്രാർത്ഥിച്ചത്, അവരാ പ്രാർത്ഥിച്ചത്. അപ്പോഴത്തേക്ക് എനിക്ക് എഴുന്നേക്കാറായി. ഞാൻ എഴുന്നേറ്റ് നിന്ന് ഒന്നുകൂടെ പ്രാർത്ഥിച്ചു പറഞ്ഞു, പരിശുദ്ധാത്മാവ് പണ്ട് കാലങ്ങളിൽ പറഞ്ഞിരുന്നത് മുഴുവനും നിറവേറി. എനിക്ക് ഇന്ത്യയോടൊരു പൊതു കടപ്പാടുണ്ട്, അതിനുവേണ്ടി ഞാൻ ഇവിടുന്ന് പോവുകയായിരിക്കും. ഞാൻ പോകട്ടെ. പക്ഷെങ്കിൽ ഇന്ന് എൻ്റെ ശരീരം നന്നായി തളർന്നതുകൊണ്ട് അന്നേരത്ത് ഞാൻ നിന്നെങ്കിലും 2 പേര് പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാനങ്ങ് വീട്ടിൽ പോട്ടെ, ദയവ് ചെയ്ത് ആരും വീട്ടിലോട്ട് വരല്ലേ, വന്ന് എന്നെ കാണാൻ ആരും വരണ്ട. എന്തെങ്കിലും സംഭവിച്ചാൽ ആരെങ്കിലും അറിയിക്കും. അതർവൈസ് ദൈവം എന്തേലും ഒന്ന് ചെയ്യട്ടെ. എന്നോട് വർഷങ്ങൾക്ക് മുൻപേ ദൈവം ഇടപെട്ടു തുടങ്ങിയതാണ്. ജനപ്പെരുപ്പം നിമിത്തം, മൃഗങ്ങളുടെയും മനുഷ്യരുടെയും പെരുപ്പം നിമിത്തം ഇസ്രായേൽ യെരൂശലേം മതിലില്ലാതെ കിടക്കും. നിൽക്കട്ടെ, ഞാൻ താവോട്ടിറങ്ങാൻ പോവാം. മൃഗങ്ങളുടെയും മനുഷ്യരുടെയും പെരുപ്പം. മൃഗങ്ങൾ അക്കാലത്ത് പറയുന്നത് സമ്പത്തിനെയാണ്. അന്ന് സമ്പത്ത്, വസ്തുവകകൾ എന്നൊരു പദമില്ല. അന്ന് പറയുന്നത് മൃഗസമ്പത്തായിട്ടാണ്. യേശുവിൻ്റെ നാമത്തിൽ മൃഗത്തിൻ്റെയും മൃഗങ്ങളുടെയും മനുഷ്യൻ്റെയും
വസ്തുവകകളുടെയും മനുഷ്യരുടെയും പെരുപ്പം നിമിത്തം യെരൂശലേമിൽ മുഴക്കമുണ്ടാകത്തക്കവണ്ണം, ചുറ്റുവട്ടങ്ങൾ ആർത്തു ഘോഷിക്കത്തക്കവണ്ണം. തൻ്റെ തങ്കുവിൻ്റെ ചർച്ചിനെക്കുറിച്ച് 100 പേര് ഘോഷിക്കുന്നുണ്ട്. ആൾപ്പെരുപ്പം നിമിത്തമാ, സമ്പത്ത് നിമിത്തമാ. ഇതുപോലെ അവരസൂയ കൊണ്ടാ, അസൂയക്കാർ ഘോഷിക്കത്തക്കവണ്ണം ദൈവം ഇതിനകത്തും ഒരു വ്യത്യാസം വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനകത്തുള്ള സാമ്പത്തിക ശാപങ്ങളെ പൊട്ടിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുക. ഞാൻ ഒത്തിരി ഭാഗങ്ങൾ അങ്ങ് വിട്ടുകൊണ്ട് ചുരുക്കം ചില കാര്യങ്ങളിലേക്ക് വരാം. ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രയീമിൽ കൊണ്ടുവന്നു. പക്ഷേ ഇന്ന് ഈ ഒരു സബ്ജക്റ്റ് എടുക്കുകയല്ല, അത് ഒന്നും നടക്കില്ല. ദൈവം മിസ്രയീമിൽ നിന്ന് എബ്രായരെ ദൈവം മിസ്രയീമിൽ കൊണ്ടുവന്നു. അവരെ വളർത്താൻ വേണ്ടിയാണ് അവിടെ കൊണ്ടുവന്നത്. വളർത്തുന്നത് എങ്ങനെയൊക്കെയാണ്? ആദ്യമേ അംഗസംഖ്യയിൽ വളരണം. അതിന് അവരുടെ നമ്പേഴ്സ് ദൈവം കൂട്ടി. അങ്ങനെ നമ്പേഴ്സ് ദൈവം കൂട്ടുമ്പോൾ ഇവരുടെ സമ്പത്തും കൂടെ വർദ്ധിച്ചേ പറ്റൂ. കാര്യം ഇവർ തിരിച്ചു വരുന്ന സമയത്ത് ഇവർ ആലയം പണിയണം. യഹോവയ്ക്ക് ആ യാഗം കഴിക്കുവാൻ വേണ്ടി ഇവരെ തയ്യാറാക്കണം. അതിന് ഇവർക്ക് സമ്പത്ത് കൊടുക്കണം. പക്ഷേ ഇസ്രായേൽ ജനത്തിനൊരു വലിയ തകരാറുണ്ട്. അവരുടെ കയ്യിൽ സമ്പത്ത് കൊടുത്താൽ അവർ ധൂർത്തടിക്കും. ഇന്ന് കിട്ടിയത് ഇന്ന് തന്നെ തീർക്കും, നാളത്തേക്ക് വെച്ചേക്കത്തില്ല. ദൈവം ഇവരുടെ സ്വഭാവം അറിഞ്ഞതുകൊണ്ട് മിസ്രയീമ്യരോട് പറഞ്ഞ് 5 പൈസ കൊടുത്തേക്കരുത്. ഇവരാഹാരം ചോദിക്കുമ്പോൾ കുമ്മട്ടിക്ക പോലും മത്തങ്ങ പോലും വയറ് നിറച്ചു കൊടുത്തേക്കണം. ഇറച്ചി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കലം നിറച്ച് വെച്ച് കൊടുത്തേക്കണം. പൈസ ചോദിച്ചാൽ, കൂലി ചോദിച്ചാൽ മുതുക് നോക്കി അടിച്ചേക്കണം, കാശ് കൊടുക്കരുത്. 5 പൈസ ഇവരുടെ കയ്യിൽ കൊടുക്കാതെ ഒരളവിൽ ഇവരെ ഞെരുക്കി. ദൈവത്തിനറിയാം എവിടെയാണ് പിടിച്ചു വെച്ചതെന്ന്. അന്നന്നത്തേക്ക് ആവശ്യമുള്ള ആഹാരം മുഴുവനും കൊടുത്തവരെ നടത്തി. കാരണം ഇവരുടെ മേലൊരു ശിക്ഷയാണ്. ഇവരുടെ കയ്യിൽ കൊടുത്താൽ ഇവർ ധൂർത്തടിക്കും. അവസാനം അവിടുന്ന് പോകാൻ സമയമായപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ശത്രുവിനെ ന്യായം വിധിക്കുക. 10 ന്യായവിധികൾ മുഖേന ഞാൻ ഇവരെ പുറത്തെടുക്കാൻ പോകുകയാണ്. നിങ്ങൾ ചോരത്തളിയും പെസഹായും ആചരിക്കണം. ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. അത് കഴിഞ്ഞ ശേഷം പറഞ്ഞു, ഇപ്പോഴും ഓരോരുത്തി പോയി അയൽവക്കക്കാരിയോട് വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിച്ചു വാങ്ങണം. കാരണം കഴിഞ്ഞ 400 വർഷമായി നിങ്ങൾക്ക് തരേണ്ട കാശ് തരാതെ ഞാൻ അവരുടെ വെച്ചിരിക്കുക. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്നല്ല. ബിസിനസ് ചെയ്യാൻ ഇത്രയും നല്ലൊരു പാർട്ട്ണർ ദൈവത്തെപ്പോലെ വേറെ ആരുമില്ല. ആരുടെയും ഒന്നും വാങ്ങി തിന്നത്തില്ല, ആരുടെയും ഒന്നും വാങ്ങി കളിപ്പിക്കത്തില്ല. മൊത്തം നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരികയാണ്. ഓരോ കുടുംബങ്ങൾ നിങ്ങൾക്ക് എത്ര രൂപ വീതം തരാനുണ്ടെന്ന്, എന്ത് തുക വീതം തരാനുണ്ടെന്ന് എൻ്റെ അക്കൗണ്ടിൽ കണക്കുണ്ട്. അതുകൊണ്ട് പോയി ഇഞ്ഞ് വാങ്ങിച്ചു. നിങ്ങൾ പിച്ചളയും ചെമ്പുമായി വാങ്ങിക്കണ്ട, വരും വെള്ളിയും പൊന്നുമായി വാങ്ങിച്ചാൽ മതി. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 രൂപയും 5 രൂപയുമായി വാങ്ങണ്ട, 500 വാങ്ങിച്ചാൽ മതി. വെള്ളിയും പൊന്നുമായി വാങ്ങിച്ചാൽ മതി. അല്ലെ പൊക്കിക്കൊണ്ടടക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ പോയി ചോദിച്ചു. അവർക്ക് ഞാൻ മനസ്സിൽ തോന്നിക്കും. കാര്യം ആരുടെയും ദൈവം ലൂട്ട് ചെയ്യത്തില്ല. ഇവൻ്റെ അപ്പൂപ്പന്മാരുൾപ്പെടെ കഴിഞ്ഞ 400 വർഷം ഈ കുടുംബത്തിന് എന്ത് കൊടുക്കാനുണ്ടെന്നുള്ള കണക്ക് സൂക്ഷ്മറിയാവുന്ന ദൈവം അതിനനുസരിച്ചൊരു തുക പറഞ്ഞു. ഇതിവരുടെ കൊടുത്തേക്കാൻ പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഒരു കൊച്ചു വാക്കുകൂടെ ചേർക്കാൻ ആഗ്രഹിക്കുക. കാര്യം ഉപദേശത്തിൽ ഒരു ശകലം തെറ്റുവരാതിരിക്കാൻ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞായിരുന്നു, ദൈവം എന്നെ അയച്ച സകലയിടത്തും ഞാൻ പോയി. കർത്താവിൻ്റെ ദാസനും പറഞ്ഞു, പല ഉണർവുകളുടെയും പുറകിൽ കൃപയാൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞത് മിനിസ്ട്രിയൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചിടത്ത് മുഴുവനും ക്ലാസിക്കൽ പെൻഡക്കോസ്റ്റൽ ഗോസ്പൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തരം താഴ്ന്നതോ ഡൈല്യൂട്ട് ചെയ്തതോ ആയ ഒരു ഉപദേശ സംഹിതയും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ക്ലാസിക്കൽ പെൻഡക്കോസ്റ്റൽ ഡോക്ട്രിൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അതാത് സ്ഥലങ്ങളിലെ ലീഡേഴ്സ് അവരവരുടെ ബോധ്യത്തിനൊത്തവണ്ണം ഒത്തിരി വെള്ളം ചേർത്തു, ഒത്തിരി അയവ് വരുത്തി. അതുകൊണ്ട് അവർക്ക് ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ആൾ കിട്ടി, കൃപ കുറഞ്ഞുപോയി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നും ഡൈല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ആഭരണങ്ങൾ വാങ്ങിയത് എന്തിനു വേണ്ടി? ഒന്ന്, യഹോവയ്ക്ക് ആലയം പണിയാൻ. പക്ഷെ തൽക്കാലം ജാതികളുടെ മുമ്പിൽ വെച്ച് യഹോവയ്ക്ക് ആലയം പണിയാൻ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അവർ വിടുകയില്ല. കാര്യം നിങ്ങൾ തിരിച്ചു വരുമെന്നുള്ള ചിന്തയില്ല. നിങ്ങൾ തിരിച്ചു വരത്തില്ല. അതുകൊണ്ട് നിങ്ങളിത് ധരിച്ചേ പറ്റൂ. ഒന്നുകൂടെ ഡീപ്പായിട്ട് വയ്ക്കോട്ടെ. നിങ്ങളുടെ കഴുത്തെ കെട്ടാനല്ല പറഞ്ഞേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ധരിപ്പിച്ചോണം. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചോണം ഇനി ആ ഭാഗം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ധരിപ്പിച്ചോണം. 20 വയസ്സിന് താഴെയുള്ളവൻ യഹൂദനല്ല. 20 മുതൽ മേളിലോട്ട് പ്രായമുള്ളവരെ മാത്രമേ യഹൂദന്മാരെന്ന് വിളിക്കത്തുള്ളൂ. പ്രായപൂർത്തിയായവരോ യഹൂദനോ തൊട്ടേക്കരുത്. വാങ്ങിച്ച് കുഞ്ഞുങ്ങളെ ധരിപ്പിച്ചോണം.
അവർ പ്രായമാകുമ്പോൾ അതിന് മുന്നമേ എടുത്തു മാറ്റാൻ ഞാൻ ഉത്തരവ് തരും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ധരിപ്പിച്ചോണം, പ്രായമുള്ളവർ ധരിക്കരുത്. അങ്ങനെ നിങ്ങൾ അവരെ കൊള്ളയിടണം. അവർ കൊള്ളയിട്ടുകൊണ്ട് ഇറങ്ങി വന്നത് ഇവരുടെ കയ്യിലിരുന്നു. ഇതുപോലെ ഇന്ന് വിശുദ്ധൻ്റെ കയ്യിൽ വരേണ്ടത്, അന്ത്യകാലത്ത് ട്രാൻസ്ഫർ ചെയ്യേണ്ട ധനം എൻ്റെയും നിങ്ങളുടെ മേൽ ട്രാൻസ്ഫർ ചെയ്യണം. ഇതിനകത്തിരിക്കുന്ന ചിലർ ഒന്ന് എഴുന്നേക്കാൻ തയ്യാറുണ്ടെങ്കിൽ, എഴുതാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ പേന എടുക്ക്. നമ്മുടെ സാഹിത്യത്തിൽ നല്ലത് എഴുതുന്നവരുടെ ആവശ്യമാണ്. ചെയ്യാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ ബിസിനസ് നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ജോലിക്ക് പോകാൻ കഴിവുള്ളവൻ മടി പിടിച്ചിരിക്കരുത്, ജോലിക്ക് പോകണം. ഇസ്രായേലേ, ഒന്ന് എഴുന്നേക്കടാ, നീ ഒന്ന് എഴുന്നേറ്റെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. ഓക്കെ, മിസ്രയീമിൽ നിന്ന് ഇവരെ പുറപ്പെടുവിക്കുവാൻ ദൈവം തീരുമാനിച്ചു. അന്ന് ദൈവം മിസ്രയീമിൽ ക്ഷാമം വരുത്തി. മിസ്രയീമിൽ ക്ഷാമം വരുത്തുമ്പോൾ മറക്കരുത്, എബ്രായന് ക്ഷാമമില്ല. അവർ പാർത്ത ഗോശൻ ദേശത്ത് വെള്ളം രക്തമായിട്ടില്ല. അവർ താമസിച്ച ഗോശൻ ദേശത്ത് തവള കയറിയില്ല. അവർ താമസിച്ച ഗോശൻ ദേശത്ത് മിസ്രയീമിന് അനർത്ഥങ്ങളൊന്നും സംഭവിച്ചില്ല. ലോകം അനർത്ഥത്തിൽ അകപ്പെടുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ അനർത്ഥത്തിൽ അകപ്പെടുമെന്നല്ല. ഇത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. അവർക്ക് വേണ്ടി ദൈവം വേറൊന്ന് കരുതി. എന്തിനാണ് അവരെ ഇങ്ങനെ ആക്കിയത്? അവരെയും അവരുടെ ദേവന്മാരെയും ന്യായം വിധിച്ചെങ്കിൽ മാത്രമേ എനിക്കെൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുപോകാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാനവരെ ന്യായം വിധിക്കട്ടെ. ഞാനിവിടെ ജനമെന്നൊക്കെ പറയുന്നതിനകത്ത് ആ ദൈവിക വേർപാടെല്ലാം ചേർത്താണ് ഞാൻ പറയുന്നത്. ആ ലെവലിൽ വരാത്തവനെ ദൈവസന്തതിയായി അംഗീകരിക്കുന്നില്ല. ആ കാര്യം മറക്കരുത്. ആ ലെവലിലേക്ക് ഉയരുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ഉയർത്തട്ടെ. ദൈവം ആ മാനദണ്ഡത്തിലേക്ക് നമ്മളെ കൊണ്ടുവരട്ടെ. ആ മാനദണ്ഡത്തിൽ നമ്മൾ വരുമെങ്കിൽ ലോകത്തിന് വരുന്നതൊന്നും നമുക്ക് വരത്തില്ല. അവരുടെ വാട്ടർ സപ്ലൈ പോകുമ്പോൾ എൻ്റെ വാട്ടർ സപ്ലൈ പോകത്തില്ല. മിസ്രയീമിൽ മുഴുവനും സൂര്യൻ ഇരുളുമ്പോൾ ഗോശൻ ദേശത്ത് സൂര്യൻ ഇരുളത്തില്ല, അവിടെ പ്രകാശമുണ്ടായിരിക്കും. വെളിയിൽ പൊല്യൂഷൻ ഉള്ളപ്പോൾ, പെസ്റ്റൈഡുകൾ വരുമ്പോൾ അത് എബ്രായന് ബാധകമല്ല. ഈ ദിവസങ്ങളിൽ ചിലരുണ്ടോ പ്രാർത്ഥിക്കുവാൻ, കർത്താവേ, ലോകത്തിന് വരുന്ന നഷ്ടം ഞങ്ങൾക്ക് വരാതിരിക്കുവാൻ ഞങ്ങൾ ദൈവമക്കളാകയാൽ സംരക്ഷിക്കണം. സാമ്പത്തിക നന്മകൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്നു. അത് നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കും. കൽമഴയും തീയും ഒന്നും ഇവർക്ക് ബാധകമല്ല. മറ്റുള്ളവരുടെ നടുവിൽ നിന്ന് ദൈവം അവരെ തൊട്ടു. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ നിന്റെ തൊട്ടിയും മാവ് കുഴയ്ക്കുന്ന കൊട്ടയും നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. ശത്രുവിനോട് പറഞ്ഞു, നിന്റെ ശപിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞ രുചികരമായ ആഹാരം നിന്റെ വീട്ടിൽ ഉണ്ടാകത്തില്ല. എന്നാൽ എബ്രായൻ്റെ വീട്ടിൽ അത് ഉണ്ടാകും. നിന്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൊട്ട അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ വചനം എവിടം വരെ പോകുമെന്നറിയാമോ? ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. യേശു ദേവാലയത്തിലേക്ക് ആദ്യമേ സ്നാനപ്പെട്ട ശേഷം ദേവാലയത്തിലോട്ട് കയറി ചെന്ന് പുസ്തകം വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകൻ അവൻ്റെ പുസ്തകം അവൻ്റെ കയ്യിൽ കിട്ടി. അവനത് വായിച്ചു. ഞാൻ ആ ഭാഗം തൊടുന്നില്ല, 1 മണിക്കൂർ കൊണ്ട് ഇത് വിശദീകരിക്കാനൊക്കത്തുള്ളൂ. വായിച്ചു കഴിഞ്ഞ് യേശു പറഞ്ഞൊരു പദം, ഇന്ന് നിങ്ങൾ ഈ വാക്ക് കേൾക്കുകയിൽ തന്നെ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. കറക്റ്റ്. എവിടെ നിവർത്തി വന്നു എന്നാ പറഞ്ഞേ? ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നു അങ്ങനെ തന്നെയാ. എവിടെ നിവർത്തി വന്നു എന്നാ? നിങ്ങളുടെ കാതുകളിൽ നിവർത്തി വന്നു. ഇന്ന് ഈ തിരുവെഴുത്ത് കേൾക്കുമ്പോൾ തന്നെ തിരുവെഴുത്തിന് നിങ്ങളുടെ കാതുകളിൽ നിവർത്തി വന്നു. കേൾക്കാൻ സുഖമുള്ള വാക്കാ. സ്തോത്രം പറഞ്ഞു. എന്നിട്ട് യേശു 2 ഉദാഹരണങ്ങൾ എടുത്തിട്ടു. ഒന്ന്, സാറാബ്ദയിലെ വിധവ. ഇസ്രയേലിൽ ഒരുപാട് വിധവമാരുണ്ടായിരുന്നെങ്കിലും അവരുടെ ആരുടെയും അടുക്കലോട്ട് ഏലിയാവിനെ വിട്ടില്ല. സാറാബ്ദയിലുള്ള ഒരു വിധവയുടെ അടുക്കൽ എല്ലാ വിധവമാരും പ്രവാചകൻ എന്ന വാക്ക് കേട്ടു. പക്ഷെ ഒരു വിധവയുടെ അടുക്കളയിലോട്ട് ദൂത് കയറി. അവിടെ മാവ് തന്നെ വർദ്ധിക്കാൻ തുടങ്ങി. മനസ്സിലായോ? അവിടെ എണ്ണ തന്നെ വർദ്ധിക്കാൻ തുടങ്ങി. അവിടെ വയറ്റിലോട്ട് ദൂത് കയറി. അവൾക്കുള്ളവരും തൃപ്തരായി. എന്നെ കേൾക്കുന്ന യഹൂദ ജനമേ, ദേവാലയത്തിലിരിക്കുന്നവരെ, നിങ്ങളുടെ കാതുകളിൽ ഈ ദൂത് നിങ്ങൾക്ക് നിറവേറി. പക്ഷെ സാറാബ്ദയിലെ വിധവയുടെ അടുക്കളയിൽ ദൂത് നിറവേറി. ഇതുപോലെ എലീശ പ്രവാചകന്റെ കാലത്തും
ഏലീശ 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 എന്ന വാചകം അനേക കുഷ്ഠരോഗികൾ കേട്ടു. യേശുവിൻ്റെ പദങ്ങളാ. അനേക കുഷ്ഠരോഗികൾ കേട്ടു, അവരുടെ എല്ലാം കാതുകളിൽ നിറവേറി. പക്ഷേ നയമാൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ്റെ മാംസപേശികളിലേക്ക് ദൂത് കയറി, അവൻ്റെ മാംസപേശികളിലേക്ക് ദൂത് കയറി. ഇന്നു പകൽ ഈ വാക്ക് നമ്മുടെ കാതുകളിൽ നിവർത്തിക്കപ്പെടുന്നത് പോരാ, നമ്മുടെ മാംസപേശികളിലേക്ക് കയറുവാൻ, അനുസരണത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഇറങ്ങുവാൻ ചിലരെ ദൈവം വിളിക്കയാണ്. യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തിക ഭദ്രത ഈ പകൽക്കാലം, ഈ രാത്രിയിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു പറയുന്നു. ചിലത് കർത്താവ് നടത്തിയെടുക്കേണ്ടതിന് വേണ്ടി തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഇന്ന് പകൽ ദൈവം ചിലത് ചെയ്യട്ടെ, ദൈവം ചില വലിയ കാര്യങ്ങൾ കൊണ്ടുവരട്ടെ. ചുറ്റുവട്ടങ്ങളിൽ ബാധകമായത് എനിക്കും നിങ്ങൾക്കും ബാധകം അല്ല. കാര്യം നാം കർത്താവിന് വേണ്ടി വേർതിരിയപ്പെട്ടവരാ. ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനാൻഷ്യൽ ഇൻസഫിഷ്യൻസി, ആ സാമ്പത്തിക നാശം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോൾ ഒരു ദിവസം ഒരു മോൾ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, അങ്കിളെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അവൾ ജെറ്റ് എയർവേസിലാണ് ജോലി ചെയ്യുന്ന. അന്ന് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. മാസം 60,000 രൂപയായിരുന്നു ശമ്പളം. പറഞ്ഞു, കുഞ്ഞെ സങ്കടം, ദുഃഖം അറിയിക്കുന്നു, വേറൊന്നുമില്ല. അങ്കിളെ ഞാൻ തന്നെയല്ല, നമ്മുടെ ചർച്ചിൽ നിന്ന് തന്നെ ഒരു 4 എണ്ണത്തിൻ്റെ ജോലി പോയി. 4 പേര് ജെറ്റ് എയർവേസിലായിരുന്നു, 4 എണ്ണത്തിൻ്റെ. എന്ന് പറഞ്ഞാൽ 40,000, 1,60,000 രൂപ ഒരു മാസം പോയെന്ന്. ഒരു അരമണിക്കൂറിനകം വേറൊരുത്തം വിളിച്ചേച്ച് പറഞ്ഞു, നമ്മുടെ ചർച്ചയിൽ നിന്ന് ഒരു 10-15 എണ്ണം ഉണ്ട്, എല്ലാം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്, ആവറേജ് 25,000 രൂപ വീതം ശമ്പളം കിട്ടുന്നവരാ. അത്തരത്തിൻ്റെ പോയി. ഞാനും ആകെപ്പാടെ വിഷമിച്ചു എന്ന് പറഞ്ഞാൽ വല്ലാതെ വിഷമിച്ചു. കർത്താവേ, ഇതാണ് സ്ഥിതിയെങ്കിൽ ഈ പിള്ളേർക്ക് ആഹാരം എവിടെ നിന്ന് കിട്ടും? ഇവർക്ക് ആര് കഴിക്കാൻ കൊടുക്കും? ഇവർ സ്വന്തം വീടുകളിൽ നിന്ന് വരുന്നവരല്ല, വാടക വീടുകളിൽ താമസിക്കുന്നവരാ. ഇവർക്ക് ആവശ്യമുള്ളത് കൊടുത്തേ പറ്റുള്ളൂ. എനിക്കൊന്ന് 2-3 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടതാ. മിസ്രയീമിൽ ഈച്ച പെരുകിയാൽ ഗോശൻ ദേശത്ത് വരത്തില്ല. മിസ്രയീമിൽ വെള്ളം രക്തമായാൽ ഗോശൻ ദേശത്ത് വരത്തില്ല. ഞാൻ പിറ്റേ ആഴ്ചയിൽ ചർച്ചിലൊരു അനൗൺസ്മെൻറ്റ് നടത്തി. ഞാൻ പറഞ്ഞു, വരുന്ന ആഴ്ചയിൽ വരുമ്പോൾ അവരവർ ഹയസ്റ്റ് സാലറി വാങ്ങിച്ച സാലറി സ്ലിപ്പും കൂടെ കൊണ്ടുവരണം. എവരിബഡി, ചർച്ചിൽ വരുന്ന മുഴുവൻ പേരും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സാലറിയുടെ കൂട്ടത്തിൽ ഏറ്റവും ഹയസ്റ്റ് സാലറി കഴിഞ്ഞ മാസം, അതിൻ്റെ മുമ്പിലത്തെ മാസം നിങ്ങൾ വാങ്ങിച്ച ആ സാലറി സ്ലിപ്പ് കൊണ്ടുവരണം. എല്ലാവരും നിങ്ങളുടെ ബാങ്കിൻ്റെ പാസ്ബുക്ക് കൊണ്ടുവരണം. പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു, മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർ അവരുടെ രോഗത്തിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവരണം. ദെൻ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു, ഇത്രയും കൊണ്ടുവന്നു. ഒത്തിരി പേര് കൊണ്ടുവന്നു. എല്ലാവരും ഒന്നും എനിക്ക് പറയാൻ അറിയത്തില്ല, എൻ്റെ അറിവിലെല്ലാവരും കൊണ്ടുവന്ന് വെച്ചാൽ പറഞ്ഞു, ഇത് പോക്കി പിടിക്കാൻ പറഞ്ഞു. ഈ മിസ്രയീമിൽ അനർത്ഥം വരുമ്പോൾ എബ്രായനത് ബാധകമല്ലെങ്കിൽ, ഒരുത്തൻ്റെ ദൂത് ചെവി കൊണ്ട് തീർന്നു പോയെങ്കിൽ ആകത്തോട്ട് ഇത് കയറണമെങ്കിൽ, ഇന്ന് ഈ റിപ്പോർട്ടുകൾ പൊക്കിപ്പിടിച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ ഹയസ്റ്റ് റിപ്പോർട്ടിൻ്റെ താഴോട്ടാരും പോകരുത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചിലരുടെ പ്രോഗ്രസ് റിപ്പോർട്ടിനകത്ത് ബാഡ് ഡെഫിഷിയേറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. തീരെ കുറഞ്ഞ മാർക്ക് വാങ്ങിച്ച പിള്ളേരുണ്ട്. അത് ചരിത്രം ഇനി വേണ്ട, ഇനി മുതൽ ഒരു വ്യത്യാസം ഇവിടെ വേണം, ഞങ്ങൾക്കൊരു വ്യത്യാസം തരണം. ഞാൻ പറഞ്ഞു, വിശ്വസിക്കുന്നവർ പൊക്കിപ്പിടിച്ച് സ്വോത്രം പറഞ്ഞോളാൻ പറഞ്ഞു. അന്ന് 100കളിലാണ് രോഗികൾ സൗഖ്യമായത്. അടുത്ത 2 മാസത്തിനകം ജനത്തിൻ്റെ ശമ്പള സ്കെയിൽ മാറി. ഒരു ബ്രദർ എന്നെ വിളിച്ചു പറഞ്ഞൊരു പദമുണ്ട്, പാസ്റ്ററെ, ഞങ്ങളുടെ ഏരിയയിലുള്ള വിശ്വാസികൾ അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ വെച്ചാൽ എന്നാ പറ്റി? പണ്ട് 10,000 രൂപ ഉണ്ടായിരുന്ന വീടിന് 1000 രൂപയ്ക്ക് കിട്ടും. കാര്യം 10,000 രൂപയ്ക്ക് ആർക്കും വേണ്ട, എല്ലാവരും വീട് മാറിപ്പോയി, എല്ലാവരും ജോലിയും കളയിച്ച് നാട്ടിൽ പോയി. ആ കൂട്ടത്തിൽ ഇന്ന് വീടുകൾ ചുമ്മാ കിടക്കുന്നത് കൊണ്ട് പണ്ട് 10,000 രൂപയ്ക്ക് എടുത്ത വീട് ഇന്ന് 1000 രൂപയ്ക്ക് കിട്ടും. പണ്ട് 6 മാസത്തെ വാടക, 1 മാസത്തെ വാടകയൊക്കെ അഡ്വാൻസായി വേണമെന്ന് പറഞ്ഞ ഓണേഴ്സ് ഇപ്പോൾ പറയുന്നത് അതാത് മാസത്തെ കാശിഞ്ഞ് തന്നിട്ട് നിങ്ങൾ കയറി താമസിച്ചു. കാര്യം ഇവിടെ താമസിക്കാൻ ആളില്ല. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത്, പാസ്റ്ററെ, കൊറോണ വന്നതോടെ ഞാൻ നന്നായി. കഴിഞ്ഞ പ്രാവശ്യത്തെ കൊറോണ വന്നതോടെ ഞാൻ നന്നായി. എന്തു പറ്റി? എൻ്റെ ബിസിനസ് കുറഞ്ഞാലും 10 ഇരട്ടി വർദ്ധിച്ചു. ഇതൊക്കെ പ്രാക്ടിക്കലാണ് ഞാൻ ഈ പറയുന്നത്, വളരെ പ്രാക്ടിക്കലാണ് പറയുന്നത്. സാമ്പത്തിക ശാപം ദൈവജനത്തിൻ്റെ വകയല്ല. മറക്കരുത്, നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്നത് ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടി ചെലവാക്കാനായിട്ടാണ്. അതിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഇതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കും. ഞാൻ അടുത്ത ഒരു കൊച്ചാശയം കൂടെ തൊടാൻ പോകാം. ഞാൻ ദശാംശം കൊടുക്കുന്ന പതിവുണ്ട്, പണ്ട് മുതലേ ഞാൻ ദശാംശം കൊടുക്കും. പക്ഷെങ്കിൽ
ജോലിയെല്ലാം നഷ്ടപ്പെട്ട ശേഷം, നഷ്ടപ്പെട്ടതല്ല, റിസൈൻ ചെയ്ത ശേഷം, ജോലിയെല്ലാം റിസൈൻ ചെയ്ത ശേഷം ഞാൻ ചർച്ചയിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്നുമില്ല. ഒരു തീരുമാനമെടുത്തു, ഞാനും എൻ്റെ ഭാര്യയും കൂടെ ചേർന്ന നമുക്ക് ദശാംശത്തേക്കാൾ അല്പം കൂടുതൽ ചർച്ചയിൽ കൊടുക്കാം. ദശാംശം എന്ന് പറയുന്നത് 10-1. ദശാംശം എന്നുള്ള പേര് മതി, പക്ഷെ 10-2, 5-1 ദൈവത്തിന് കൊടുക്കുക. ഞങ്ങൾ 5-1 വെച്ച് ദൈവത്തിന് കൊടുക്കാൻ തുടങ്ങി. ആരും പറഞ്ഞിട്ടല്ല, ആവശ്യപ്പെട്ടിട്ടല്ല, വോളണ്ടിയർലി ഞങ്ങളുടെ വരുമാനം വർദ്ധിക്കാൻ തുടങ്ങി. 10-1 കൊടുക്കുന്ന കാലത്തേക്കാൾ സുഭിക്ഷമായി കർത്താവ് ഇന്ന് നടത്തുന്നു. ഇതെൻ്റെ മൂത്ത മോൻ അറിഞ്ഞു. അവനറിഞ്ഞ് അവൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഡാഡി 20% കൊടുക്കുന്നത്, നമുക്ക് 40% കൊടുക്കാം. അവർ രണ്ടും കൂടി ഒരു തീരുമാനമെടുത്തു, 40% കൊടുക്കാൻ. എന്നേക്കാൾ നന്നായി അവൻ ജീവിക്കുന്നു. അത് ഇളയ മോൻ അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അവൻ്റെ ഭാര്യയെ വിളിച്ചേച്ച് പറഞ്ഞു, നമുക്ക് 50% കൊടുക്കാം. അവർ 50% കൊടുക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും നന്നായി പോകുന്ന അവരാ. ഇത് ഒന്നിനെ തോപ്പിച്ചൊന്നു വരികയല്ല, ദൈവവുമായി ഒരു കമ്മിറ്റ്മെൻറ്റാണ്. ഇന്ന് രാത്രിയിൽ ദൈവവുമായി ഒരു കമ്മിറ്റ്മെൻറ്റിന് തയ്യാറുള്ളവരുണ്ടെങ്കിൽ, ഞാൻ വെറും സാമ്പത്തിക വിഷയം തന്നെ ദൈവം അംഗീകരിക്കത്തില്ല. പാപിയുടെ കയ്യിൽ നിന്ന് കർത്താവ് പണം വാങ്ങത്തില്ല. ഞാൻ ഓരോ പ്രാവശ്യവും പ്രത്യേക സ്തോത്രകാഴ്ച എടുക്കും. ഇന്ന് സ്തോത്രകാഴ്ച ഉണ്ടെന്നാണ് പറഞ്ഞത്, സ്തോത്രകാഴ്ച ഉണ്ട്. ഓരോ പ്രാവശ്യവും പ്രത്യേക സ്തോത്രകാഴ്ച എടുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒന്നാമത്തെ വാചകം, കർത്താവേ, ഞങ്ങളുടെ കൈകളിൽ നിന്ന് അങ്ങ് അംഗീകരിക്കാൻ ഞങ്ങളുടെ കൈ വിശുദ്ധീകരിക്കണം. ഞങ്ങളുടെ വരുമാന മാർഗങ്ങൾ വിശുദ്ധമാകണം. അശുദ്ധമായ മാർഗങ്ങളിലുള്ളത് ദൈവം അംഗീകരിക്കത്തില്ല. ഞങ്ങളുടെ ഹൃദയം വിശുദ്ധമാകണം. ആ വിശുദ്ധമായ കൈ കൊണ്ട് ദൈവത്തിൻ്റെയിലോട്ട് കൊടുത്താൽ കർത്താവ് 2 കൈയും നീട്ടി വാങ്ങും. റോൺ ചാൾസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. റോൺ ചാൾസ് UNOയുടെ എക്സ്കവേഷൻ വിങ്ങിൻ്റെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. വലിയ ആളാണ്, നിസ്സാരനൊന്നുമല്ല. UNOയുടെ എക്സ്കവേഷൻ വിങ്ങിൻ്റെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. ഒരിക്കൽ ബാംഗ്ലൂരിൽ വന്നപ്പോൾ ഇങ്ങനെ, അദ്ദേഹത്തിന് എബ്രായ ഭാഷ നന്നായി അറിയാം. അദ്ദേഹം പറഞ്ഞ വാചകം, യഹോവയായ ദൈവം ഞാൻ നിങ്ങളുടെ നടുവിൽ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞൊരു പദമുണ്ടല്ലോ. ഞാൻ നിങ്ങളുടെ നടുവിൽ വന്ന്, നിങ്ങൾ എനിക്കൊരു ആലയം പണിയണം, ആലയത്തിൽ ഞാൻ വരും, ഞാൻ നിങ്ങളുടെ നടുവിൽ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്നൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ അവിടെ വന്ന് നിന്ന് മുട്ടുകുത്തി നിന്റെ മേൽ കൈവച്ച് നിന്നെ അനുഗ്രഹിക്കുമെന്ന്. മുട്ടുകുത്തി എന്ന് പറഞ്ഞാൽ വന്നവൻ നെടുമ്പാട് കിടക്കുക. നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് മുട്ടുകുത്തി നിങ്ങളുടെ തലയിൽ കൈവെക്കാൻ ഒക്കത്തില്ല. എൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വരുന്നവൻ വന്നാൽ കിടക്കേണ്ടത് നെടുമ്പാടാ. നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന് നെടുമ്പാട് കിടക്കുമ്പോൾ ഞാൻ അവിടെ വന്ന് ഓരോന്നിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തും. ഞാൻ ഓരോന്നിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിങ്ങളുടെ മേൽ കൈവച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. അതാണ് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ. ഞാൻ ദൈവത്തിന് കാശ് കൊടുത്ത് ഇതേ കിടക്കെന്ന് പറഞ്ഞാൽ, മോനെ, ആ കാശ് പെറുക്കാൻ തമ്പുരാൻ വരത്തില്ല. പകരം കൊടുക്കേണ്ടതുപോലെ കൊടുക്കുവാൻ, അനുസരിക്കേണ്ടതുപോലെ അനുസരിച്ച ശേഷം, വണങ്ങേണ്ടതുപോലെ വണങ്ങി, പ്രമാണത്തിൽ വന്ന ശേഷം, ഇതാ കർത്താവേ ഞാൻ അങ്ങയുടെ കയ്യിൽ തരുന്നത്, അങ്ങ് അംഗീകരിക്കണേ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നവനാ ദൈവം. അംഗീകരിക്കുന്നവനാ ദൈവം. എൻ്റെ കൊച്ചുമക്കളിൽ രണ്ടാമത്തെ കൊച്ചുമോൻ ഭയങ്കര കൊഞ്ചലായിരുന്നു. കൊച്ചു പ്രായത്തിൽ ഇന്നും അവനാ കൊഞ്ചൽ കൂടുതൽ. ആളൊക്കെ വളർന്ന് 10-25 വയസ്സായി. ഇന്നും അവനാ കൊഞ്ചൽ. അവൻ്റെ ചെറിയ പ്രായത്തിൽ അവൻ വന്ന് കഴിക്കാനിരിക്കുമ്പം കൂടിയിരിക്കും. എന്നിട്ട് എൻ്റെ പാത്രത്തിൽ കൈയിടും. എൻ്റെ പാത്രത്തിൽ കൈയിട്ട് ഒരു ഇറച്ചി കഷ്ണമോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിളിൻ്റെ കഷ്ണം എടുത്തിട്ട്, അപ്പച്ചാ ആ ആ ആ വാ വിളിച്ച് ആ ആ, എന്നിട്ട് അവൻ്റെ കൈ കൊണ്ട്, കൈ കഴുകിയതുപോലും ആയിരിക്കില്ല, ആ കൈ കൊണ്ട് എൻ്റെ വായിലിട്ട് തരും. എന്നെ രുചിയാണെന്നറിയാമോ? എനിക്ക് തന്നെ എടുത്ത് തിന്നാനുള്ളതേ ഉള്ളൂ. അതിനാ വന്നിരുന്നത്. പക്ഷെ മോൻ വന്ന് എൻ്റെ പാത്രത്തിൽ നിന്ന് അവൻ്റെ കഴുകാത്ത കൈകൊണ്ടെടുത്ത് എൻ്റെ വായി തരുമ്പോൾ എനിക്കതിന് രുചി കൂടുതലുണ്ട്. രാവിലെ ഒരു ടാബ്ലറ്റ് എടുക്കാൻ അടുത്ത് വരുമ്പോൾ ഈ ചെറുക്കൻ ഓടി വരും, അപ്പച്ചാ 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 ഞാൻ തരാം. അവൻ്റെ കഴുകാത്ത കൈ കൊണ്ട് വാങ്ങി എൻ്റെ വായിലോട്ട് ഇട്ട് തരുമ്പോൾ ഗുളികയ്ക്ക് എന്നാ ഗുണക്കൂടുതലെന്നറിയാമോ? അത് ഗുളികയുടെ ഗുണമല്ല, ഇറച്ചി കഷ്ണത്തിൻ്റെ രുചി വ്യത്യാസമല്ല, കുഞ്ഞിനോടുള്ള സ്നേഹമാണ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വരേണ്ടതുപോലെ വന്ന് വിനയപ്പെടേണ്ടതുപോലെ വിനയപ്പെട്ട്, തിരുവചന ഭാഷയിൽ കവിഴ്ന്നു വീണ് ദൈവം മുമ്പിൽ മുഴങ്കാൽ മടക്കിയിരുന്നാൽ, ഞാൻ വന്ന് നിന്നല്ല, മുട്ടുകുത്തി നിന്ന് അങ്ങയുടെ തലയിൽ കൈവച്ച് നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആദ്യം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. അതോടുകൂടെ സാമ്പത്തികമായ പരാധീനതകളെ ഞാൻ പൊട്ടിക്കാൻ പോവാം. ട്രിവാൻഡ്രത്തിന് തെക്കോട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഈ ദിവസങ്ങളിൽ കുറച്ചൊക്കെ യാത്ര ചെയ്യാറുണ്ട്.
പണ്ട് എനിക്ക് ആരോഗ്യമുണ്ടായിരുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത് ട്രിവാൻഡ്രത്തിന് തെക്കോട്ടുള്ള ഭാഗങ്ങളിലാണ്. പല വീടുകളിലും കിടക്കാൻ സൗകര്യമില്ല. ഞാൻ ഒരു പ്രത്യേക വീട് ഓർക്കുന്നുണ്ട്. അവിടെ ഒരു ബെഞ്ചേ ഉള്ള ആകെ. അവർ തറയിൽ കിടക്കും. പക്ഷെ അവരുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മുമ്പിൽ എനിക്ക് തറയിൽ കിടക്കാൻ എൻ്റെ അഭിമാനം എന്നെ സമ്മതിച്ചില്ല. അവർക്കൊരു ബെഞ്ചുണ്ട്. ഞാൻ ആ ബെഞ്ചിൽ കിടക്കാൻ തീരുമാനിച്ചു. ഈ ടേബിളിൻ്റെ വീതിയേ ഉള്ള ബെഞ്ചിന്. ഞാനത് കിടന്നാൽ താഴെ വീഴും. അത് വരാതിരിക്കാൻ ബെഞ്ചിൽ കമന്ന് കിടന്ന് കൈ രണ്ടും കാല് രണ്ടും താഴെ ഇട്ടു. അപ്പോൾ പിന്നെ താഴെ വീഴത്തില്ലല്ലോ. ഉറങ്ങാവുന്നിടത്തോളം ഉറങ്ങും. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 6 മാസത്തിന് മുമ്പേ അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ അവിടെ പോയി സാമ്പത്തിക ശാപം പൊട്ടിച്ച് പ്രാർത്ഥിച്ചതാണ് 1 or 2 പ്രാവശ്യം. അദ്ദേഹം ഒരു 5-6 മാസത്തിന് മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററേ, അന്ന് നിങ്ങൾ വന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു. ദൈവം സാഹചര്യങ്ങളെ ആകെ മാറ്റി. ഞാൻ അന്നവിടെ ബുദ്ധിമുട്ടിയ ഒരു കാര്യമുണ്ട്. തൊട്ടടുക്കൽ ഒരു അമ്പലമുണ്ട്. അത് നല്ല വലിപ്പമുള്ളതാണ്. അതിൻ്റെ മുമ്പിൽ പെന്തക്കോസ്തുകാരൻ ഇങ്ങനെ പോയി കിടക്കുന്നത് എനിക്ക് ഒത്തിരി പ്രയാസം തോന്നി. ഞാൻ പ്രാർത്ഥിച്ചതാണ്. 6 മാസത്തിന് മുമ്പ് അവിടെ ചെല്ലുമ്പോൾ അതേ വീട് ഇടവും വലുവും ഉണ്ടായിരുന്ന വസ്തുക്കളോടെ വാങ്ങിച്ച് അദ്ദേഹം വലുതായി പണിതു. അമ്പലം കുട്ടിയായിട്ട് താഴെ ഇരിപ്പുണ്ട്. ഏവം പണിത് കളത്തി 3 നില എയർ കണ്ടീഷൻ ചെയ്ത് എല്ലാ മോഡേൺ സംവിധാനങ്ങളോടും കൂടെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഞാൻ പോകുന്ന ഒരുപാട് ഇടങ്ങളിൽ ഞാനിത് കാണാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് ഈ ആഴത്ത് ഞാൻ പോയില്ല. ഈ ഊത്ത് അന്ന് എൻ്റെ മേലെ ഇല്ലായിരുന്നു. ഇത് കഴിഞ്ഞ ഡിസംബർ 7-ാം തീയതി മുതൽ വേറൊരു റിലത്തിലാണ്. ഞാൻ 7-ാം തീയതി മുതൽ വേറൊരു റിലത്തിലാണ്. ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ ഇവിടെ ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച ശേഷം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ആ സ്പെഷ്യൽ ഓഫറിങ് എടുക്കും. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കാം. 2-3 മിനിറ്റ് ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കാൻ നിങ്ങൾക്ക് കൊള്ളാവുന്ന പോസ് ദയവായി എടുത്താലും. ചിലർക്ക് എഴുന്നേറ്റ് നിൽക്കുക നല്ലത്, കൈകൂപ്പി നിൽക്കുക നല്ലത്, അങ്ങനെ ചെയ്തു. വേറെ ചിലർക്ക് മുഴങ്കാലിൽ നിൽക്കുക നല്ലത്, അങ്ങനെ ചെയ്തു. ആർക്കെങ്കിലും ഒന്ന് നെടുമ്പാട് വീഴണമെങ്കിൽ ആലോചിച്ച് ചെയ്യാവൂ. സാക്ഷാൽ ഹൃദയത്തിനകത്തെ പ്രേരണയാണോ അതോ ഇന്ന് പറഞ്ഞ വാക്കിൻ്റെ പുറത്താന്ന് ചെയ്യല്ലേ? ഹൃദയത്തിൻ്റെ അകത്തെ പ്രേരണയാണെങ്കിൽ ആ പ്രേരണയിൻ പ്രകാരം ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കാൻ കൊള്ളാവുന്ന പോസ് ദയവായി എടുത്തു. എൻ്റെ കർത്താവ് വാഗ്ദത്ത പ്രകാരം ഇതിൻ്റെ നടുവിലുണ്ട്. യേശുവേ, അടിയനി സഭയെ ദൈവകരങ്ങളിൽ തരുന്നു. അങ്ങയുടെ ദാസനുമായുള്ള അടിയൻ്റെ ബന്ധം ക്രിസ്തു മുഖേന മാത്രമാണ്. ആ ബന്ധത്തിൽ നിന്ന് അങ്ങയുടെ മകനെയും കുടുംബത്തെയും ഈ സഭയെയും ഞാൻ തൃക്കരങ്ങളിലേക്ക് ഉയർത്തുന്നു. അവരവർ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുവാൻ കൊള്ളാവുന്ന പോസ് എടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്ന് നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരുടെ മേൽ കൈവെക്കുവാൻ, ദാരിദ്ര്യ പിശാചിനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു മാറ്റുകയാ. മാറുവാൻ സാമ്പത്തിക പ്രശ്നമിടുന്ന ദുഷ്ട വ്യാപാരമേ വിട്ടുമാറുവാൻ, സഭ ക്രിസ്തുവിൽ ബലപ്പെടുവാൻ, കുടുംബങ്ങൾ ക്രിസ്തുവിൽ ബലപ്പെടുവാൻ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. അങ്ങടി എന്നെ ഏൽപ്പിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഇന്ന് പകൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. അങ്ങ് വന്ന് ഓരോരുത്തരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുവാൻ വാഗ്ദത്ത പ്രകാരം ഇവിടെ ഉള്ളതിനായി സ്തോത്രം. തിരുമേനിയുടെ അനുഗ്രഹം അവരുടെ മേലിരിക്കണമേ. മഹത്വം കർത്താവിനാകും. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.